നമസ്കാരം. ഷെക്കീന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. പഹൽഗാമിൽ ഉറങ്ങിയവർ പാലസ്തീനിൽ ഉണരുന്ന ഒരു വിചിത്രമായിട്ടുള്ള പ്രതിഭാസത്തിനാണ് ഈ കഴിഞ്ഞ ദിവസം കോഴിക്കോട് സാക്ഷ്യം വഹിച്ചത്. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്റ്റുഡൻസ് വിഭാഗമായ വിദ്യാർത്ഥി വിഭാഗമായ SIയുടെ നേതൃത്വത്തിൽ ഒരു വിചിത്രമായിട്ടുള്ള ഒരു ആഹ്വാനം അവർ നടത്തിയിരിക്കുന്നു. ഇസ്രായേലിനെ പിന്തുണച്ചതിന്റെ പേരിൽ, ഇസ്രായേലുമായി ബിസിനസ് ഡീല് നടത്തിയതിന്റെ പേരിൽ ടാറ്റയുടെ കീഴിലുള്ള ടെക്സ്റ്റൈൽ ആ ഒരു ഷോറൂം സ്റ്റുഡിയോ അത് ബഹിഷ്കരിക്കുക എന്ന ഒരു ആഹ്വാനം. യഥാർത്ഥത്തിൽ ടാറ്റയുടെ ചരിത്രം കൃത്യമായിട്ട് അറിയുന്നവർക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ സാധിക്കും. ഇവർ നടത്തിയ ഈ ബഹിഷ്കരണ ആഹ്വാനം ടാറ്റയ്ക്കെതിരെ മാത്രമല്ല ഇവർ നടത്തിയിരിക്കുന്നത്. അതിലൂടെ ഇന്ത്യക്കെതിരെയുള്ള ഒരു യുദ്ധപ്രഖ്യാപനമാണ്, ബഹിഷ്കരണ ആഹ്വാനമാണ് ഇവർ നടത്തിയിരിക്കുന്നത്. കാരണം ബിസിനസ് ലാഭം ഒന്നും നോക്കാതെ രാജ്യ താല്പര്യത്തിന് വേണ്ടി എന്നും നിലകൊണ്ടിട്ടുള്ളതാണ് ടാറ്റ. മാത്രമല്ല, ഈ ഇസ്രായേലിനെ പിന്തുണച്ചതിന്റെ പേരിൽ ഇവർ ഇങ്ങനെ ബഹിഷ്കരണം നടത്താൻ ആരംഭിച്ചാൽ ഒരുപക്ഷെ ഈ ബഹിഷ്കരണം നടത്തുന്നവർക്ക് 6-ാം നൂറ്റാണ്ടിലേക്ക് തിരികെ പോകേണ്ടി വരും എന്ന കാര്യവും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇന്ന് ഷെക്കീന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്ന വിഷയം ഇതാണ്: ബഹിഷ്കരണം ടാറ്റയോടോ അതോ ഇന്ത്യയോടോ? ഒപ്പം തന്നെ ഇവർ നടത്തുന്ന ബഹിഷ്കരണ ആഹ്വാനത്തിന് പിന്നിലെ അജണ്ടകൾ എന്തൊക്കെ, തന്ത്രങ്ങൾ എന്തൊക്കെ? ഈ വിഷയങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു സാമൂഹ്യ നിരീക്ഷകൻ ഫാദർ സബിൻ തൂമുളിൽ, ഒപ്പം തന്നെ സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ അമൽ സിറിയക്, ഒപ്പം മാധ്യമ പ്രവർത്തകൻ ശ്രീ ജോൺസൺ കുച്ചുപറമ്പൻ. 3 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ഫാദർ സബിൻ തൂമുളിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഇൻട്രോയിൽ പറഞ്ഞതുപോലെ, നമുക്കൊരു വിചിത്രമായിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഒരു കോപ്രായം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. ഇസ്രായേലുമായി ബിസിനസ് ഡീൽ നടത്തിയതിന്റെ പേരിൽ ഈ ടാറ്റയുടെ ഉൽപ്പന്നങ്ങളെ, പ്രത്യേകിച്ച് സ്റ്റുഡിയോ പോലുള്ള സ്ഥാപനങ്ങളെ ബഹിഷ്കരിക്കുക എന്നൊരു ആഹ്വാനം SIO നടത്തിയിരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രത്യേകിച്ച് ഇസ്രായേൽ ഗാസ വിഷയത്തിൽ അവർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് നമുക്ക് വളരെ വ്യക്തമാണ്. യഹിയ സിൻവാർ ഒക്കെ മരിച്ചപ്പോൾ, കൊടും ഭീകരനായിട്ടുള്ള യഹിയ സിൻവാർ ഒക്കെ മരിച്ചപ്പോൾ അവർക്ക് വേണ്ടി മയ്യത്ത് നമസ്കാരം നടത്തിയ സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. ഒപ്പം ഈ കഴിഞ്ഞ നാളുകളിൽ കോഴിക്കോട് വിമാനത്താവളം, അത് കരിപ്പൂർ വിമാനത്താവളം ഉപരോധിച്ചുകൊണ്ട് അവർ നടത്തിയ സമരത്തിൽ അവർ ഉയർത്തിപ്പിടിച്ച പ്ലക്കാർഡുകൾ ആരുടെയൊക്കെയാണ്, ആ ഉയർത്തിപ്പിടിച്ച പ്ലക്കാർഡുകൾക്ക് പിന്നിലെ ചരിത്രമൊക്കെ നമുക്ക് വളരെ വ്യക്തമാണ്. അതിനാൽ തന്നെ ഇവരുടെ ഒരു ബഹിഷ്കരണ ആഹ്വാനം നമുക്ക് അത്ര നിഷ്കളങ്കമായി നമുക്ക് കാണാൻ സാധിക്കുമോ? ഈ പാലസ്തീൻ വിഷയം മാത്രമാണോ ഇവരുടെ ഈ ഒരു ബഹിഷ്കരണത്തിന് പിന്നിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തന്ത്രപരമായിട്ടുള്ള അജണ്ട ഇതിന്റെ പിന്നിലുണ്ടോ? ഫാദർ സബിൻ തൂമുളിൽ. ഇന്നത്തെ ഈ വിഷയവും ഈ ചർച്ചയും വളരെ പ്രസക്തമായിട്ട് തീരുന്നത് ചില മതമൗലികവാദ സംഘടനകൾ കാലാകാലങ്ങളായി കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഇരവാദത്തിൽ അധിഷ്ഠിതമായ ഒരു തരം വർഗീയ വിഭജനത്തിന്റെ ഒരു പശ്ചാത്തലം കൃത്യമായിട്ട് നമുക്ക് പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് എത്തിക്കാൻ ഈ ചർച്ച കാരണമാകും എന്നുള്ളതാണ്. സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു യുവജന വിഭാഗമാണ്, വിദ്യാർത്ഥി വിഭാഗമാണ്. ഈ വിദ്യാർത്ഥി വിഭാഗം എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ടാറ്റ പോലെയുള്ള ഭാരതത്തിന് ഒഴിച്ചുകൂടാനാകാത്ത സംഭാവനകൾ നൽകി ഭാരതത്തിന്റെ ദേശീയതയെ അത്രമാത്രം സംരക്ഷിച്ചു നിർത്തിയിട്ടുള്ള ഒരു സംവിധാനത്തിനെതിരെ മുന്നോട്ട് വന്നിരിക്കുന്നത് എന്ന ചോദ്യം നമ്മളുടെ ഏതൊരു ഭാരതീയനും യഥാർത്ഥത്തിൽ ദേശീയതയെ മുൻനിർത്തിക്കൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ഇത് ഒരു തരം കാലങ്ങളായി ആഗോളതലത്തിൽ ഇസ്ലാമിക തീവ്ര വിഭാഗങ്ങൾ കൈക്കൊള്ളുന്ന ഇരവാദത്തിലൂന്നിയ ഒരു സമീപനമാണ്. ഇതൊരു ഇരവാദമാണ്. എന്തിനാണ് ഇവർ ഇരവാദം മുഴക്കുന്നത്? ഇരവാദം മുഴക്കിക്കൊണ്ട് ഇവിടെ ഒരു ബോധപൂർവമായിട്ടുള്ള വിഭജനം സൃഷ്ടിക്കാൻ ഈ പ്രത്യേകമായിട്ടുള്ള ഈ കൂട്ടർ ഇത് പരിശ്രമിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ ഇസ്ലാം സമൂഹത്തിലെ ദേശീയത ബോധമുള്ള ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്. യഥാർത്ഥത്തിൽ ലോകത്ത് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നു. എന്താണ് കാരണം? അത് ഇസ്ലാമിക തീവ്ര വിഭാഗങ്ങൾ നിരന്തരമായി രൂപപ്പെടുത്തിയിട്ടുള്ള വിവിധ രാജ്യങ്ങളിൽ, വിവിധ ദേശങ്ങളിൽ രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു സാമൂഹിക സ്ഥിതിവിശേഷത്തിന്റെ ഫലമാണ് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇസ്ലാമിക ലോകം എന്നും വ്യതിരക്തമായിട്ടും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നു. അത് രാഷ്ട്രീയമായിക്കൊള്ളട്ടെ, സാമൂഹികമായിക്കൊള്ളട്ടെ, മതപരമായിക്കൊള്ളട്ടെ, ഏതൊരു മേഖലയിലും.
എന്തുകൊണ്ട് അത് ചെയ്യാൻ ഈ ചില പ്രത്യേകമായിട്ടുള്ള ഈ കൂട്ടർ തുനിയുന്നു എന്ന് ചോദിച്ചാൽ അതിനുത്തരം അവർക്ക് അതിൽ മാത്രമേ നിലനിൽപ്പുള്ളൂ എന്ന് അവർ ചിന്തിക്കുകയാണ്. ഞാൻ പറയുന്നത് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ ഒരു വിദ്യാർത്ഥി സംഘടന ഇപ്പോൾ ഈ ടാറ്റ പോലെയുള്ള സംവിധാനങ്ങളെ ബഹിഷ്കരിക്കണം എന്ന് പറയുമ്പോൾ അതിന് പിന്നിൽ ഈ നാട്ടിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു സാമൂഹിക സൗഹൃദ അന്തരീക്ഷത്തെ വീണ്ടും ഒന്നുകൂടി കലുഷിതമാക്കിക്കൊണ്ട് അതിലൂടെ മുതലെടുപ്പ് നടത്താനുള്ള ഒരു ശ്രമം ബോധപൂർവമായിട്ട് നടക്കുന്നു എന്നുള്ളത് നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്? അവിടെയാണ് ചോദ്യം. ഇന്ത്യയിൽ ശത്രു രാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ അല്ലെ ഇന്ത്യക്കാരെ മതത്തിന്റെ പേരിൽ ആക്രമിക്കാൻ ഒരുമ്പെടുമ്പോൾ അതിന് തീവ്രവാദികളെ കോപ്പുകൂട്ടുമ്പോൾ മതചിന്തകൾക്ക് അതീതമായി ഇന്ത്യയുടെ ദേശീയ ബോധം ഐക്യപ്പെടുന്ന ഒരു സാഹചര്യം നമ്മൾ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കണ്ടതാണ്. ഇന്ത്യക്കാരാണ് ആക്രമിക്കപ്പെട്ടത്. അവിടെ ഏതെങ്കിലും മതവിഭാഗത്തിലുള്ളവരല്ല ആക്രമിക്കപ്പെട്ടത്. ഇന്ത്യക്കാർ ആക്രമിക്കപ്പെട്ടു എന്ന ആ ബോധ്യമുള്ളത് കൊണ്ടാണ് ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായി ഈ പാകിസ്ഥാനെതിരെ അതിശക്തമായിട്ടുള്ള നിലപാട് എടുത്തത്. അവിടെ എവിടെയും ഞാൻ പറയും, അവിടെ മതം ചോദിച്ച് ഒത്തിരിയേറെ ആളുകളെ അവർ കൊല ചെയ്തപ്പോൾ അവിടെ ഒരിക്കലും ഇന്ത്യൻ സമൂഹം മതപരമായിട്ടുള്ള ഒരു വേർതിരിവ് ഒരിക്കലും എവിടെയും കൊണ്ടുവന്നില്ല. മതം അവിടെ വിഷയമായിരുന്നില്ല, മറിച്ച് രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പ്രശ്നമായിട്ടാണ് ഇതിനെ കണ്ടതും മനസ്സിലാക്കിയതും എന്നുള്ള വസ്തുത നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ ഇസ്രായേലുമായി നമുക്കൊരു ഈ ഇസ്രായേലും പാലസ്തീനും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നു. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഇസ്രായേലും പാലസ്തീനുമായിട്ട് പ്രശ്നം ഉണ്ടായപ്പോൾ ഇവിടെ ഇസ്ലാമിക തീവ്ര ചിന്താഗതിയുള്ള വിഭാഗങ്ങളല്ലാതെ മറ്റേതെങ്കിലും മതവിഭാഗങ്ങളോ മതസംഘടനകളോ ഇതിനെ ഒരു മതപരമായിട്ടുള്ള കാര്യമായിട്ട് കണ്ടോ? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എപ്രകാരമാണോ യുദ്ധം ഒരു രാജ്യങ്ങൾ തമ്മിലുള്ള പ്രതിസന്ധി ആണെന്ന് വിധിച്ചത്, അതുപോലെ തന്നെയാണ് ഈ പാലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധ സമാനമായിട്ടുള്ള സംഘർഷത്തെയും പൊതുസമൂഹം നോക്കിക്കാണാൻ ശ്രമിച്ചത്. അവിടെ എവിടെയും മതം ഒരു വിഷയമാക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഈ ഇന്ത്യയിൽ നിന്ന് എത്രയോ ദൂരെ നിൽക്കുന്ന ഈ രണ്ട് രാജ്യങ്ങളിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇവിടെ ഒരു മതവിഭാഗത്തിന്റെ സംഘടനകൾ വലിയ രീതിയിൽ സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടുന്നു, പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്നു. അതിലൂടെ ഒരു മതത്തിന്റെ ഐഡന്റിറ്റി അവർ വീണ്ടും വീണ്ടും എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിന് പിന്നിലെ ലക്ഷ്യം എന്താണ്? ഞാൻ പറയും, ലക്ഷ്യം ചരിത്രാതീത കാലം എന്ന് പറയാം. അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഒത്തിരി ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ ഈ ഇസ്ലാമിക ഒരു പൊളിറ്റിക്കലൈസ്ഡ് ഇസ്ലാമിന്റെ രാഷ്ട്രീയം അത് ഈ സംഘടനകൾക്കൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ്. ഈ രാഷ്ട്രീയ ബോധം ഈ ഇസ്ലാമിക സമൂഹത്തിൽ മതപരമായിട്ടുള്ള ചിന്തയോടുകൂടി വ്യത്യസ്തമായിട്ട് നിലനിർത്താൻ അവർ പരിശ്രമിക്കുകയാണ്. ഈ മുസ്ലിം എന്ന് പറയുന്ന ഒരു വ്യക്തി, ഒരു ഇസ്ലാം മതസ്ഥനായിട്ടുള്ള ഒരു വ്യക്തി ഈ നാട്ടിൽ ഏത് നാട്ടിൽ ചെന്ന് കഴിഞ്ഞാലും ആ വ്യക്തിക്ക് നിലനിൽക്കണമെങ്കിൽ മതബോധവും മതബോധത്തിലൂന്നിയ രാഷ്ട്രീയം ഉണ്ടെങ്കിലേ ആ വ്യക്തിക്ക് നിലനിൽക്കാൻ കഴിയൂ എന്നുള്ള ഒരു മിഥ്യാബോധം ഇസ്ലാം മതവിശ്വാസികളിലേക്ക് കുത്തിവെക്കാൻ ഒരു ശ്രമം ഈ സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതല്ല എങ്കിൽ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രൈസ്തവർ കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിക ഭീകരവാദികളുടെ കൈകളാലാണ്, പ്രത്യേകിച്ച് നൈജീരിയ പോലെയുള്ള രാജ്യങ്ങളിൽ. അങ്ങനെ ലോകം മുഴുവനും ഈ പ്രതിസന്ധികൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ കത്തോലിക്ക സഭയുടെ തലവനായിട്ടുള്ള മാർപ്പാപ്പമാർ പോലും ആ വിഷയത്തെ മതപരമായിട്ടുള്ള ഒരു വിഷയമായിട്ട് ലോക സമൂഹത്തിന് മുൻപിലേക്ക് എടുത്തു വെച്ചിട്ടില്ല. അതിന് കാരണം എന്താണ്? കാരണം അതൊരു രാജ്യത്തിന്റെ അതല്ലെങ്കിൽ പ്രാദേശികമായിട്ടുള്ള ഒരു മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അതിൽ മതപരമായിട്ടുള്ള എലമെന്റ്സ് ഉണ്ട് എങ്കിലും അത് ഒരു കൂട്ടം തീവ്രവാദികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഘടിതമായിട്ടുള്ള കൊലപാതകങ്ങളാണ്. അതിലെ ലോകത്തിന് മുഴുവൻ മുൻപിലേക്ക്
ഒരു മതത്തിന്റെ വിഷയമായിട്ട് ഉയർത്തിപ്പിടിക്കുമ്പോൾ സംഭവിക്കുന്നത് ഈ സമൂഹത്തിൽ മുഴുവൻ നിലനിൽക്കുന്ന സമാധാനവും സന്തുലിതവുമായിട്ടുള്ള സാഹചര്യമാണ്. അത്തരം സാഹചര്യങ്ങളെ, സമാധാനപൂർവമായിട്ടുള്ള സാഹചര്യങ്ങളെ കലുഷിതമാക്കാൻ ക്രൈസ്തവ സമൂഹം, പ്രത്യേകിച്ച് സഭയുടെ നേതൃതലങ്ങളിൽ നിൽക്കുന്നവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ട് അത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നാട്ടിൽ മത തീവ്ര ചിന്തകൾക്കുപരി ഒരു മതങ്ങൾ തമ്മിലുള്ള സമാധാനവും മതങ്ങൾ തമ്മിലുള്ള ബന്ധവും, ഊഷ്മളമായ ബന്ധവും സൗഹൃദവും കാത്തു സൂക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. പക്ഷെ ഈ വിഭാഗത്തിന്, പ്രത്യേകിച്ച് ഇത്തരം സംഘടനാ സംവിധാനങ്ങൾക്ക് അതല്ല ലക്ഷ്യം. അവർക്കെന്നും ഇവിടെയുള്ള മതവിഭാഗങ്ങളെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കണം എന്നുള്ളതാണ് ലക്ഷ്യം. അതിന്റെ പിൻതലമുറക്കാരായി ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ നിഗൂഢ അജണ്ടയുടെ പിൻതലമുറക്കാരായിട്ടാണ് SIO പോലെയുള്ള സംവിധാനങ്ങൾ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അപകടകരമാണ്. അത് ഈ രാജ്യത്തിന്റെ നേതൃതലങ്ങളിൽ നിൽക്കുന്നവർ, പോലീസ് സംവിധാനങ്ങൾ, ഇന്റലിജൻസ് വിഭാഗങ്ങൾ ഇത്തരം പ്രവണതകളെ മുളയിലെ നുള്ളാൻ തയ്യാറാകുന്നില്ല എങ്കിൽ ഈ നാട് വലിയ രീതിയിൽ അപകടകരമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് പോകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതാണ് ആരംഭഘട്ടത്തിൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. യെസ്, വളരെ വ്യക്തമായിട്ട് പൊളിറ്റിക്കൽ ഇസ്ലാം എന്താണ്, അതിന്റെ അജണ്ട എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് അച്ഛൻ പങ്കുവയ്ക്കുകയുണ്ടായി. അമലിലേക്ക് വന്നു കഴിയുമ്പോൾ, അമൽ, നമ്മൾ ഈ ബഹിഷ്കരണ ആഹ്വാനം നടത്തിയവർക്ക് എന്തുകൊണ്ടാണ് ഈ ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത തുർക്കി പോലുള്ള രാജ്യങ്ങൾ, അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ നിലപാടെടുത്ത രാജ്യങ്ങൾ, അവരെ ബഹിഷ്കരിക്കുവാൻ എന്തുകൊണ്ട് ഇവരുടെ നാവ് പൊന്തിയില്ല, അല്ലെങ്കിൽ ഇവർക്ക് എന്തുകൊണ്ട് അവരുടെ നട്ടല് അവർക്കില്ലാതെ പോയി? മാത്രമല്ല, ഇവർ ഈ ബഹിഷ്കരണ ആഹ്വാനത്തിൽ ഇവർ ഉയർത്തിയ മുദ്രാവാക്യമുണ്ട്, ടാറ്റ ഇസ് എ ബേബി കില്ലർ എന്നൊക്കെ പറഞ്ഞുള്ള മുദ്രാവാക്യങ്ങൾ. നമുക്കറിയാം, അച്ഛൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ലോകത്തിൽ ക്രൈസ്തവർ ഏറ്റവും കൂടുതൽ കൊലക്കത്തിക്ക് ഇരയാകുന്ന രാജ്യമാണ് നൈജീരിയ. അവിടെ പിഞ്ചു കുഞ്ഞുങ്ങൾ അവിടെ കൊലക്കത്തിക്ക് ഇരയാകുന്നു. സ്ത്രീകൾ, പെൺകുട്ടികൾ അവിടെ ബലാത്സംഗത്തിന് ഇരയാകുന്നു. അത് ഒറ്റൊരു കാരണമുള്ളൂ അതിന്റെ പിന്നിൽ, അവർ ക്രൈസ്തവരാണ് എന്നതിന്റെ പേരിൽ മാത്രമല്ല, റഷ്യ യുക്രൈൻ യുദ്ധഭൂമി, ഇരു രാജ്യത്തും നഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ഇരു രാജ്യത്തിലും കുട്ടികൾ മരണപ്പെടുന്നുണ്ട്. പക്ഷേ അവിടെയുള്ള കുട്ടികളെ ഇവർക്ക് വേണ്ട, അല്ലെങ്കിൽ ആ കുട്ടികൾ അനുഭവിക്കുന്ന ദുരിതങ്ങളിലേക്ക് ഇവരുടെ കണ്ണുകൾ ചെന്ന് എത്തുന്നില്ല. മറിച്ച് ഈ ഗാസയിൽ ഒരു ഫേക്ക് പ്രൊപ്പഗണ്ട സൃഷ്ടിച്ച് അത് പ്രചരിപ്പിച്ച് ചില സ്ഥാപനങ്ങൾക്ക് നേരെ, ചില രാജ്യങ്ങൾക്ക് നേരെ ഇവർ നിലപാട് എടുക്കുന്നു. എന്തുകൊണ്ട് ഈ ഒരു ഇരട്ടത്താപ്പ് സംഭവിക്കുന്നു, അമൽ? ഇതിനെപ്പറ്റി പറയുവാണെങ്കിൽ ഇതൊരു മതപരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമുക്ക് തുറന്നു കാണാം. അതായത് പൊതുസമൂഹത്തിനാണല്ലോ എല്ലാവർക്കും തുറന്നു കാണാവുന്ന ഒരു കാര്യമാണ്. ഒരു മതത്തിലൂന്നിയുള്ള പ്രവർത്തനവും മതത്തിലൂന്നിയുള്ള ഒരു എന്താ പറയുക, ഒരു പ്രതിച്ഛായ സൃഷ്ടിക്കലുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിക രാജ്യങ്ങളിൽ, അല്ലെങ്കിൽ ഇസ്ലാം ഭൂരിപക്ഷ പ്രദേശങ്ങളിലൊക്കെ ക്രൈസ്തവർ കൊല്ലപ്പെടുമ്പോഴും ഇവരെല്ലാം തന്നെ മൗനം പാലിക്കും. അതേസമയം യഹൂദർ കൊല്ലപ്പെടുമ്പോഴും ഇവർ മൗനം പാലിക്കും. ഇനി ഒരു എന്താ പറയുന്നത്, ഒരു ഇസ്ലാമിന്റെ അധിനിവേശം അല്ലാതെ മറ്റൊരു അധിനിവേശം യഹൂദർക്ക് മേൽ ഉണ്ടായാൽ പോലും അവര് കൂടെ നിൽക്കുക ആ യഹൂദർക്കെതിരെ നിൽക്കുന്നവരോടൊപ്പം ആയിരിക്കും. അവിടെയെല്ലാം ഇവർ ഉപയോഗിക്കുന്ന ഒരു വാക്ക് തന്നെയാണ് അച്ഛൻ നേരം സൂചിപ്പിച്ച ഇരവാദം എന്ന് പറയുന്നത്. അപ്പൊ ആ ഇരവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു യഹൂദൻ കൊല്ലപ്പെട്ടാലും അവർ പറയാനായിട്ട് പോകുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വർഷങ്ങൾക്ക് മുമ്പ് കുറെ യഹൂദർ ഞങ്ങളെ കൊല്ലപ്പെടുത്തിയപ്പോൾ ആരും സംസാരിച്ചില്ലല്ലോ, അല്ലെങ്കിൽ ഞങ്ങൾക്കെതിരെ ഇവർ വേട്ടയാടിയതായിരുന്നു, അതുകൊണ്ട് ഈ യഹൂദനെല്ലാം കൊല്ലപ്പെടണം എന്നൊരു വ്യാഖ്യാനമായിരിക്കും ഇവർ ഉണ്ടാക്കാനും സാധിക്കും. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, നൂറ്റാണ്ടുകളായിട്ട് തന്നെ ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ, എന്ത് പുതുമയില്ല. ആ പുതുമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ പുതിയ സംഘടനകൾ, പുതിയ പുതിയ വ്യക്തികൾ, അവരുടെ വാക്കുകൾ, അത് മാത്രമാണ് പുതുമ. തത്വത്തിൽ ഈ നൂറ്റാണ്ടുകളായിട്ട് തന്നെ ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു കാര്യമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പൊ ടാറ്റയ്ക്കെതിരെ ഇവര് പ്രഖ്യാപിതമായിട്ടുള്ള ചില പ്രതിഷേധ പരിപാടികൾ നടത്തുന്നു. അവിടെ ഇപ്പൊ അവർ നടത്തുന്നു പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡിയോ പോലെയുള്ള ചെറിയ നമ്മുടെ വസ്ത്രവ്യാപാര മേഖലയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതേസമയം തന്നെ ടാറ്റയ്ക്ക് ധാരാളം ശൃംഖലകളുണ്ട്. അതിനകത്ത് പ്രധാനപ്പെട്ട ശൃംഖലയാണ് TCS, ടാറ്റ കൺസൾട്ടിംഗ് സർവീസ്. ഈ TCS ആണ് ഈ എക്സാം സെന്റേഴ്സ് പലതും നടത്തുന്നത്. അതോടൊപ്പം തന്നെ പല ഓൺലൈൻ വെരിഫിക്കേഷൻ സിസ്റ്റംസ്, അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടുള്ള പല കാര്യങ്ങളും എല്ലാം തന്നെ ഈ TCSന്റെ മുഖാന്തരമാണ് നടക്കുക. അങ്ങനെയാണെങ്കിൽ അതെ, പാസ്പോർട്ട് വെരിഫിക്കേഷൻ വരെ നടത്തുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ പാസ്പോർട്ടിന് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നില്ല, TCS നടത്തുന്ന പരീക്ഷാ സെന്ററിൽ ഞങ്ങൾ പോയി പരീക്ഷ എഴുതുന്നില്ല, അങ്ങനെയൊക്കെ നിലപാടുകൾ ഇവർക്ക് എടുക്കാനായിട്ടുള്ള ധൈര്യം ഉണ്ടാവുമോ?
അതാണ് ഇവിടെ ഒരു ചോദ്യത്തിന് വേണ്ടി. മാത്രമല്ല ടാറ്റയുടെ വണ്ടികൾ ഞങ്ങൾ സഞ്ചരിക്കുന്നില്ല, ടാറ്റ പോകുന്ന വണ്ടികളുള്ള ആ പ്രദേശത്ത് പോലും ഞങ്ങൾ പോകത്തില്ല എന്നൊക്കെ ഉള്ള നിലപാട് ഇവർക്ക് എടുക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ളത് നമുക്ക് ചിന്തനീയമാണ്. ആ ടാറ്റയുടെ ധാരാളം പ്രൊഡക്ട്സ് ബാക്കി നമുക്ക് ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ആ പ്രൊഡക്റ്റ് എല്ലാം ഞങ്ങൾ ഒഴിവാക്കുന്നു എന്ന രീതിയിൽ പോലും ഇവർക്ക്, അല്ലെങ്കിൽ ഇനിയും വേണ്ട, ഇനി ഇസ്രായേലാണ് ഇവിടുത്തെ പ്രശ്നക്കാരെങ്കിൽ ഇസ്രായേലി ഉൽപ്പന്നങ്ങള് അല്ലെങ്കിൽ ഇസ്രായേൽക്കാരുടെ ഉൽപ്പന്നങ്ങള് അതൊക്കെ ഇവർക്ക് ബഹിഷ്കരിക്കുവാണെങ്കിൽ ഇവർക്ക് ഫോൺ പോലും ഒന്ന് തുറന്നു നോക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാകുക. അപ്പം തങ്ങൾക്കാവുന്നതിനെയൊക്കെ ഞങ്ങൾക്ക് ബഹിഷ്കരിച്ച് അവിടെ ഒരു വർഗീയ ധ്രുവീകരണത്തിലേക്ക് കൊണ്ടുവരിക എന്നൊരു ചിന്ത മാത്രമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് ഈ SIO? സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ആണ് SIO. അതായത് വരാൻ പോകുന്ന ഒരു തലമുറയുടെ ഒരു പ്രകടമായ ഒരു സംഘടനയാണിത്. അപ്പം വരാൻ പോകുന്ന ഒരു തലമുറകളെ ഇത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക്, മതപരമായിട്ടുള്ള തീവ്ര തീരുമാനങ്ങളിലേക്ക് കൂപ്പുകുത്തുമ്പോൾ ഇനി വരാൻ പോകുന്ന യുവജനങ്ങള് എങ്ങനെയുള്ളവരായി മാറും, അല്ലെങ്കിൽ ആ യുവജനങ്ങളിൽ നിന്ന് വരുന്ന മാതാപിതാക്കള് എങ്ങനെയുള്ള ഒരു തലമുറയിലേക്കാണ് ഈ ലോകത്തെ കൊണ്ടുവിടുക? അപ്പം ഇതൊക്കെ വളരെ ചിന്തനീയമാണ്. ഈ ചെറു പ്രായത്തിൽ തന്നെ ഈ കുട്ടികൾ ഇത്തരത്തിലുള്ള സ്വാധീനങ്ങൾ കൊടുക്കുക, ഈ വർഗീയമായി ചിന്തിക്കാനായിട്ട് അവരെ പ്രേരിപ്പിക്കുക, പൊതുനിരത്തിൽ ഇറക്കിക്കൊണ്ട് ഒരു എന്താ പറയാ ഒരു തീവ്രവാദ ഒരു നിലപാടുകളിലൂടെയൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ഒരു നിർമ്മലമായ ഒരു മതപരമായ കാര്യമാണെങ്കിൽ പിന്നെയും പോട്ടെ എന്ന് വിചാരിക്കാം. പക്ഷെ ഇതൊരു രാഷ്ട്രീയപരമായിട്ടും ചില തീവ്രമായിട്ടുള്ള നിലപാടുകളിലും ചില ഭീകര കക്ഷികളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ കാര്യങ്ങളിൽ ഈ എന്താ പറഞ്ഞ ഒരു പൊതുപ്രഖ്യാപനം ഈ കുട്ടികൾ നടത്തുമ്പോൾ വരാൻ പോകുന്ന ഒരു തലമുറയുടെ ഒരു തീവ്രത ഇനി എന്തായിരിക്കുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് തന്നെയാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഈ SIOയുടെ അല്ലെങ്കിൽ GIO, ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ആണ് GIO. ഇത്തരത്തിലുള്ള ഓർഗനൈസേഷൻസ് ഇന്നോ ഇന്നലെയോ പൊട്ടിപ്പുറപ്പെട്ടതല്ല. വർഷങ്ങളായി തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ അവർ നടത്തുന്നുണ്ട്. അതിനായിട്ട് തന്നെ അവരുടെ പല മീറ്റിങ്ങുകളിലും ഒക്കെ അതിഥിയായിട്ട് പങ്കെടുക്കുകയും അവർക്ക് വേണ്ട ക്ലാസ്സുകൾ കൊടുക്കുകയും ചെയ്യുന്നത് ആരാന്നും കൂടെ നമ്മളിത് ശ്രദ്ധിക്കാനായിട്ടുണ്ട്. നമ്മുടെ ഈ നാട്ടിലെ ഇട്ടവട്ടത്ത് കിടക്കുന്ന രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകരോ അല്ല പലപ്പോഴും ഇവരുടെ ഈ മീറ്റിങ്ങുകളിൽ നമുക്ക് കാണാൻ സാധിക്കാം. പ്രധാനമായിട്ടും ഇവർ ധാരാളം ഓൺലൈൻ മീറ്റിങ്ങുകൾ ഉണ്ടാകാറുണ്ട് ഇവർക്ക്. അവിടെയെല്ലാം എന്താ പറയുന്നത് സംസാരിക്കാൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുർക്കി അല്ലെങ്കിൽ അറേബ്യൻ രാജ്യങ്ങള് ഇതുപോലുള്ള രാജ്യങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് തുർക്കിയിൽ നിന്നൊക്കെയുള്ള പ്രഭാഷകരും പ്രതിനിധികളും ഒക്കെയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ തീവ്ര ഇസ്ലാമിക സംഘടനകളിലെ പലരും വന്ന് ഇവർക്ക് ക്ലാസ് കൊടുത്തായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടുകൊണ്ട്. അപ്പം അത്തരത്തിൽ അന്താരാഷ്ട്ര തലത്തില് ഇത്തരത്തിലുള്ള തീവ്ര നിലപാടുള്ള ആളുകളുമായിട്ടുള്ള ഒരു സമ്പർക്കം ഈ കേരളത്തിലെ കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യം തന്നെയാണ് ഇത്തരത്തിലുള്ള സംഘടനകൾക്ക് ഉള്ളത്. അപ്പൊ അത്തരം ലക്ഷ്യങ്ങളിലൂടെ കടന്നു പോകുന്ന സംഘടനകള് നാളെ ഈ ഇന്റർനാഷണൽ തലത്തിലുള്ള തീവ്രമായ നിലപാടുകൾ വരുമ്പോൾ പോലും കേരളത്തിൽ അതിനുള്ള നിലപാടുകൾ ഇവർ എടുക്കുന്നു, പ്രതിഷേധങ്ങൾ നടത്തുന്നു. നമുക്കറിയാം ഇവിടെ നെഹ്യ സിൻവർ പോലുള്ള ആളുകൾ അവിടെ കൊല്ലപ്പെട്ടപ്പോൾ ആ നാട്ടിലില്ലാത്ത ആൾക്കാർക്കുള്ള വേദനയാണ് ഇവിടെ നടന്നത്. ശരിയല്ലേ? അവിടെ വണ്ടികളിൽ പോലും ചിത്രങ്ങൾ പതിപ്പിക്കുന്നു, അതോടൊപ്പം തന്നെ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുന്നു. മാത്രമല്ല ഇന്നും അതിന്റെ അലയടികൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഇതെല്ലാം തന്നെ കാണുന്നത് ഈ അന്താരാഷ്ട്ര തലത്തില് ഉള്ള ഈ തീവ്രമായ ചിന്താഗതിക്കാരെ എത്രമാത്രം കേരളത്തിലെ കുട്ടികൾക്ക് സ്വാധീന ഘടകമായിട്ട് ഇവിടെയുള്ള ഈ മതസംഘടനകള് എന്താ പറഞ്ഞ കൂട്ടിക്കൊടുക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണാനായിട്ട് സാധിക്കുക. ഇതിന്റെ ഇനിയുള്ള തീവ്രത അനുഭവിക്കാൻ പോകുന്നത് വരും തലമുറ തന്നെയാണ്. കാര്യം ഇവരോടൊപ്പം കഴിയുന്ന പാവപ്പെട്ട ക്രൈസ്തവ കുട്ടികളാട്ടെ ഹിന്ദു കുട്ടികളാട്ടെ അവർക്ക് ഇത്രമാത്രപരമായിട്ടുള്ള തീവ്ര നിലപാടുകളെ പറ്റിയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു പിന്നറിവ് അവർക്ക് കാണത്തില്ല. അവർക്ക് ഇത്തരത്തിലുള്ള അറിവുകൾ പകർന്നു കൊടുക്കുന്നതിനെ നമ്മൾ ഈ കേരളത്തിൽ വിളിക്കുന്ന വർഗീയത എന്നാ. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു വർഗീയത ഒരു പട്ടം പേടിച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള തീവ്രവാദ നിലപാടുള്ള ആൾക്കാരെ പരിചയപ്പെടുത്താനോ അവരുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെ പറ്റി മനസ്സിലാക്കി കൊടുക്കാനായിട്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ പറ്റി പഠിപ്പിക്കാനായിട്ടോ ഈ കേരളത്തിലെ പൊതു വിദ്യാഭ്യാസ രംഗവും അതോടൊപ്പം തന്നെയുള്ള ഈ ചെറുകിട മതപരമായിട്ടുള്ള നമ്മുടെ സൺഡേ സ്കൂൾ പോലുള്ള സംവിധാനങ്ങളോ അല്ലെങ്കിൽ ഹിന്ദുക്കൾക്കുള്ള സംവിധാനങ്ങളോ ഒന്നും തന്നെ തയ്യാറാകത്തുമില്ല. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഒരു ലോകത്തേക്ക് കുട്ടികൾ ഈ ക്രിസ്ത്യൻ കുട്ടികളും ഹിന്ദു കുട്ടികളും ഇവരോടൊത്ത് ഇടപഴകുമ്പം ഇവരാണ് ശരി എന്ന് പറയുന്ന രീതിയിലേക്കുള്ള ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുക. ഉദാഹരണം പറയുവാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ യുവജന കലോത്സവ വേദികൾ എടുത്തു കഴിഞ്ഞാൽ ആ വേദികൾക്കൊക്കെ ഈ പാലസ്തീൻ സംഘർഷം ഉണ്ടായ സമയത്ത് അവിടെ ഗാസ അല്ലെങ്കിൽ ഇതുപോലുള്ള ധാരാളം പേരുകളെല്ലാം കൊടുക്കുകയുണ്ടായി. അതേസമയം ഈ ക്രിസ്ത്യാനികൾ പീഡിക്കപ്പെടുന്ന നൈജീരിയ പോലുള്ള പ്രദേശങ്ങളോ മറ്റു പ്രദേശങ്ങളോ ഒന്നും തന്നെ ഒരു കലോത്സവ വേദി പോലും ഒരു പേരായിട്ടോ ഒന്നും തന്നെ വരുന്നില്ല, ഒന്നും തന്നെ വരുന്ന നമ്മൾ കണ്ടില്ല. അതേസമയം ഈ ഗാസ പോലെയുള്ള ഹമാസ് പോലെയുള്ള പേരുകളൊക്കെ വരുന്ന സമയത്ത് അതിനെയെല്ലാം അനുകൂലിക്കാൻ അവിടെ ക്രിസ്ത്യൻ കുട്ടികളും ഹിന്ദു കുട്ടികളും ഉണ്ടായിരുന്നു.
അവർക്ക് അതിന്റെ തെറ്റ് മനസ്സിലാകുന്നില്ലെന്നുള്ളതാണ് അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇനി നാളെ സംഭവിക്കാൻ പോകുന്നതാണ്. ഇഹാസിൻ പോലെയുള്ള ആൾക്കാരുടെ പേരുകൾ ഇവിടെയുള്ള കലോത്സവ വേദികൾ മുഴങ്ങുകയും പാലസ്തീൻ പതാകകൾ വീശുകയും ചെയ്യുമ്പോൾ ഇവിടെയുള്ള ക്രൈസ്തവ കുട്ടികളും ഹിന്ദു കുട്ടികളും ഒക്കെ തന്നെ ഇവരോടൊപ്പം പോയി അത് വീശുകയാണ് ഉണ്ടാകാൻ സാധ്യത. അതേസമയം അതിന് തെറ്റെന്താണ്, അതിനകത്ത് ഉണ്ടാകുന്ന തീവ്രമായ ഘടകം എന്താണെന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് ഇവിടെ ഒരു സംവിധാനവും അവർക്ക് നിലവിലില്ലെന്നുള്ളതാണ് വേദനകരമായ കാര്യം. ഇതിന് അടിമപ്പെട്ടുകൊണ്ട് നാളെ ഇത്തരത്തിലുള്ള തീവ്ര നിലപാടുകളിലേക്ക് ഇവിടെയുള്ള പാവപ്പെട്ട യുവജനങ്ങൾ പോകുമെന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയുന്ന ഒരു കാര്യമാണ്. അതിനകത്ത് പ്രധാനമായിട്ടൊരു പങ്കിപ്പം വഹിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ പല വേദികളിലും അവരുടെ പ്രഖ്യാപിത നിലപാട് ഇസ്രായേലിനെതിരെ എന്നൊരു തുറന്ന നിലപാടും അതേസമയം അവിടെ ഹമാസിന് അനുകൂലമായിട്ടുള്ള പ്രഖ്യാപിത നിലപാടുകളാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇത് എങ്ങനെ വിദൂരമായ ഒരു ഭാവിയിൽ ഒരു തീവ്ര സ്വഭാവമുള്ള ഒരു എന്താ പറയുക ജനതയെ സൃഷ്ടിക്കാനായിട്ട് കെൽപ്പുള്ളതാണെന്നുള്ളത് നമ്മൾ ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല. അത് തിരിച്ചറിയാൻ വൈകുവോളം നമുക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരു നാശനഷ്ടം അല്ലെങ്കിൽ തലമുറയ്ക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരു മൂല്യനഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലുതായിരിക്കും. അതിനെ ഇനിയെങ്കിലും അതിനെ ഒരാൾ വർഗീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വർഗീയത എന്ന് തിരിച്ചു ചോദിക്കാനുള്ള ധൈര്യമെങ്കിലും ഉണ്ടാകുന്ന ഒരു തലമുറയായിട്ട് വേണം ഇനി വളരാനായിട്ടും. ഇത്തരത്തിലുള്ള ഈ തീവ്രമായ നിലപാടുകളെ ചോദ്യം ചെയ്യുക തന്നെ വേണം. അതിന് മടിയൊട്ട് കാണിക്കരുതെന്നുള്ളതാണ് പൊതുസമൂഹത്തോടും അതോടൊപ്പം തന്നെ ഈ മതത്തിന്റെ കീഴിലുള്ള സംഘടനകളാകട്ടെ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരാകട്ടെ ഇവരോടൊക്കെ നമുക്ക് പറയാനുള്ളൂ. ഓക്കെ, വളരെ വ്യക്തമാണ്. ശ്രീ ജോൺസൺ കൊച്ചുപറമ്പൻ, ഇപ്പോൾ നമ്മൾ ചൂണ്ടിക്കാണിച്ച വളരെ പ്രസക്തമായിട്ടുള്ള ഒരു പോയിന്റാണ്. അങ്ങൊരു മാധ്യമപ്രവർത്തകൻ കൂടിയാണ്, അതുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ഈ ഒരു നിമിഷം വരെ പോലും ഇവിടുത്തെ പല മാധ്യമങ്ങൾക്കും, കേരളത്തിലെ പല മാധ്യമങ്ങൾക്കും ഹമാസ് ഭീകരരാണ് എന്ന് നട്ടല്ലോടെ പറയാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. മറിച്ച് ഒപ്പം തന്നെ നമ്മൾ നമ്മുടെ ഭരണകൂടത്തിലേക്ക് കണ്ണോടിക്കുകയാണെങ്കിൽ അമൽ പറഞ്ഞതുപോലെ ഈ ഹമാസ് നടത്തുന്നത് ഒരു പ്രതിരോധത്തിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ അധിനിവേശത്തിനെതിരെയുള്ള പോരാട്ടമാണ് ഹമാസ് നടത്തുന്നത്, അവർ ഭീകരരല്ല പോരാളികളാണ് എന്ന ഒരു നരേറ്റീവ് നമ്മുടെ ഭരണകൂടത്തിനിടയിൽ പോലും, പ്രത്യേകിച്ച് കേരള ഭരണകൂടത്തിനിടയിൽ പോലും അല്ലെങ്കിൽ കേരളത്തിലെ ഭരണം കൈയാളുന്ന ഇടതുപക്ഷത്തിന്റെ ഇടയിൽ പോലും വളരെയധികം രൂഢമൂലമാണ്. അത് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം, പല കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ പല മുഖ്യധാര മാധ്യമങ്ങളും ഈ ഹമാസ് തൊടുത്തുവിടുന്ന ഈ പ്രൊപ്പഗണ്ട അത് അതേപടി ഇങ്ങനെ വിഴുങ്ങുന്ന ഒരു കാഴ്ചയ്ക്ക് നമ്മൾ പലപ്പോഴും സാക്ഷ്യം വഹിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണ്, ഇപ്പം ഇന്റർനാഷണൽ മീഡിയയുടെ തന്നെ കാര്യം എടുക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച തന്നെ ഇപ്പോൾ ഗാസയിലെ ഒരു ഹ്യൂമാനിറ്റേറിയൻ സെന്ററിൽ നടന്ന ഒരു ആക്രമണത്തിൽ ഗാസയിലെ സാധാരണക്കാർ കൊല്ലപ്പെട്ടു എന്ന നെറേറ്റീവ് ഹമാസ് പടച്ചുവിടുന്നു. അത് പല മെയിൻ സ്ട്രീം മീഡിയാസ് ഏറ്റെടുക്കുന്നു. പക്ഷെ പിന്നീട് അത് മനസ്സിലായി അത് യഥാർത്ഥത്തിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഹമാസ് ആണ് എന്നൊരു കാര്യം മനസ്സിലായി. അപ്പോൾ ഈ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് പലപ്പോഴും ഈ ഒരു ഭീകര സംഘടനയുടെ ഒരു പ്രൊപ്പഗണ്ടയിൽ വീണു പോകുന്നത്? ഇതുവരെ ഈ ഒരു നിമിഷം വരെ പല മാധ്യമങ്ങൾക്ക് ഹമാസ് ഭീകരരാണ് എന്ന് പറയാനുള്ള ഒരു ചങ്കുറപ്പ് എന്തുകൊണ്ട് ഇല്ലാതെ പോകുന്നു? ശ്രീ ജോൺസൺ കൊച്ചുപറമ്പൻ. കൃത്യമായ ചോദ്യമാണ്, വളരെ പ്രസക്തമാണ്. ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ നമ്മൾ മറ്റു മാധ്യമങ്ങളെ കുറ്റം പറയുന്നതായിട്ട് ആരും കരുതണ്ട. മാധ്യമങ്ങളുടെ ഒരു ധർമ്മമുണ്ട്. മാധ്യമങ്ങളുടെ ധർമ്മം എന്നും സത്യത്തോടൊപ്പം നിൽക്കുക, രാജ്യത്തോടൊപ്പം നിൽക്കുക, ജനതയോടൊപ്പം നിൽക്കുക, ജനതയുടെ സ്വരമായി നിലകൊള്ളുക എന്നിവയൊക്കെയാണ് മാധ്യമങ്ങളുടെ ധർമ്മം. നമ്മൾ നിഷ്പക്ഷമായി, ഇന്ന് കേരളത്തിലെ മാത്രം മാധ്യമങ്ങളെ എടുത്തു നോക്കുക, നിഷ്പക്ഷമായി ചിന്തിച്ചാൽ നമുക്ക് പറയാൻ കഴിയും മാധ്യമങ്ങളുടെ നാവ് കെട്ടപ്പെട്ടിരിക്കും. പല മാധ്യമങ്ങളും നമ്മൾ അതിന്റെ മുഖചിത്രം മാത്രമേ കാണുന്നു, അതിന്റെ മാനേജ്മെന്റിനെ മാത്രമേ നമ്മൾ കാണുന്നു. നമ്മൾ പറയാതെ ഇന്നവരുടെ പത്രമാണ്, ഇന്നവരുടെ മീഡിയയാണ് എന്നൊക്കെ പറയും. പക്ഷേ അതിൻ്റെ മുഴുവൻ ഫണ്ടിങ്ങുകളടക്കം നൽകിക്കൊണ്ട് മാധ്യമങ്ങളെ വരുതിയിലാക്കിയിരിക്കുന്ന ഒരു വലിയ കോക്കസ്, ആ കോക്കസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു വരുമ്പോൾ അവസാനം മനസ്സിലാകും. കോക്കസ് ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് ജോർജ് പറഞ്ഞ കാര്യം, അതായത് സത്യം പറയാതിരിക്കുകയും അസത്യത്തെ സത്യമാണെന്ന രീതിയിൽ പറയുകയും ചെയ്യുന്ന രീതിയിലേക്ക് മാധ്യമങ്ങൾ മാറിക്കഴിഞ്ഞു. ഇപ്പോൾ ഹമാസ് അവിടെ നിന്ന് പടച്ചുവിടുന്ന ഒരു കാര്യം, അതൊരു ഇന്റർനാഷണൽ ന്യൂസ് ആണെങ്കിൽ ആ ഇന്റർനാഷണൽ ന്യൂസിന്റെ ആധികാരികത പരിശോധിക്കാതെ മാധ്യമങ്ങൾ എങ്ങനെ പ്രസിദ്ധീകരിക്കും? ഏതെങ്കിലും ഒരു രാജ്യത്ത് നിന്ന് വരുന്ന ഒരു റിപ്പോർട്ട് ഇത്തരം ഒരു കാര്യമല്ലെങ്കിൽ അതേപടി ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടും? ഇല്ല. അപ്പോൾ ഒരു ആധികാരികതയും പരിശോധിക്കാതെ അതിവിടെ പ്രക്ഷേപണം ചെയ്യുന്നുണ്ടെങ്കിൽ, അതിവിടെ പ്രസിദ്ധീകരിക്കുന്നുണ്ടെങ്കിൽ, ഇതെല്ലാം ഇവിടുത്തെ മാധ്യമങ്ങളെ കെട്ടിയിരിക്കുന്നവരുടെ അജണ്ടയാണ്
എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയാൻ കഴിയും. പിന്നെ ഇപ്പോൾ ഈ ചർച്ചയിലേക്ക് എടുത്തിരിക്കുന്ന വിഷയം, ആ വിഷയത്തെ ബഹുമാന്യനായ സെബാനച്ചൻ പറഞ്ഞ മതത്തിന്റെ കാഴ്ചപ്പാടോടെ നോക്കുമ്പോൾ അത് വളരെ കറക്റ്റാണ്. സാമൂഹികമായ വിഷയങ്ങളിൽ അമൽ പറഞ്ഞ കാര്യങ്ങൾ വിഷയമാണ്. പക്ഷെ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ നമ്മൾ നോക്കിക്കാണുമ്പോൾ ഇതിന് രണ്ടിനും അപ്പുറം രാജ്യവിരുദ്ധ നിലപാട് ഇവർ സ്വീകരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയും സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷനും സ്വീകരിക്കുന്നു എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. ഇതൊരു ടാറ്റയ്ക്കെതിരെയുള്ള ഒരു ബഹിഷ്കരണമൊന്നുമല്ല, നമ്മൾ അങ്ങനെ കാണണ്ട. ടാറ്റയുടെ 4 ഉടുപ്പ് വിൽക്കുന്ന സ്റ്റുഡിയോ ബഹിഷ്കരിച്ചാൽ ടാറ്റയ്ക്ക് എന്താകാനാ? ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ടാറ്റയ്ക്ക് ഏതൊക്കെ മേഖലയിൽ, ഓട്ടോമോട്ടീവ് മേഖലയിൽ, കൺസ്യൂമർ പ്രൊഡക്റ്റ് മേഖലയിൽ, റീറ്റെയിൽ ആൻഡ് ഫാഷൻ മേഖലയിൽ, ഹോസ്പിറ്റാലിറ്റി ഹോട്ടൽ മേഖലയിൽ, ടെലികോം മേഖലയിൽ, സ്റ്റീൽ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ, ടെക്നോളജി മേഖലയിൽ, എയറോസ്പേസ് ഡിഫൻസ് മേഖലയിൽ, എയർലൈൻ മേഖല, ഇങ്ങനെ നിരവധി പറഞ്ഞാൽ തീരാത്ത നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമായി നിലകൊള്ളുന്ന ഒരു വ്യവസായ സംരംഭമാണ് ടാറ്റ. ആ ടാറ്റയുടെ ഒരു വസ്ത്രം വിൽക്കുന്ന ഒരു മേഖലയെ മാത്രം ബഹിഷ്കരിച്ചുകൊണ്ട് ടാറ്റയെ ഭീഷണിപ്പെടുത്തുക എന്നുള്ളതല്ല ലക്ഷ്യം. ഇതിന്റെ പുറകിൽ ഒരു അജണ്ടയുണ്ട്. ആ അജണ്ട ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന നമ്മുടെ രാജ്യം, ആ രാജ്യത്തിനൊപ്പമല്ല ഞങ്ങൾ എന്നുള്ള സൂചനയാണ് ജമാഅത്തെ ഇസ്ലാമിയും SIOയും കൊടുക്കുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ നിലപാട് എന്താ? നമ്മുടെ രാജ്യത്തിന്റെ നിലപാട് കൃത്യമായി ഇസ്രായേലിൽ കയറി തീവ്രവാദികൾ ഇസ്രായേൽ ജനതയെ പീഡിപ്പിക്കുകയും തട്ടിക്കൊണ്ടുപോവുകയും ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും കൊല്ലുകയും ചെയ്തത് തെറ്റാണ്. അത് ചെയ്ത ഹമാസ് തീവ്രവാദ സംഘടനയാണ്. ആ തീവ്രവാദ സംഘടന ഗാസയെ സംരക്ഷിക്കാൻ നിലകൊള്ളുന്നതല്ല, പലസ്തീനെ സംരക്ഷിക്കാൻ നിലകൊള്ളുന്നതല്ല. പലസ്തീൻ ജനതയെയും ഗാസയിലെ സാധാരണ ജനതയെയും മനുഷ്യ കവചമാക്കിക്കൊണ്ട് ഇസ്രായേലിനെതിരെ പോരാടുന്ന ഭീകര സംഘടനയാണ് ഹമാസ്. ഈ നിലപാടാണ് നമ്മുടെ രാഷ്ട്രത്തിനുള്ളത്. നിരപരാധികളായ ഇസ്രായേൽ ജനതയുടെ രോദനത്തിനൊപ്പം, അവരുടെ കണ്ണുനീരിനൊപ്പമാണ് നമ്മുടെ ഭാരതം. അപ്പോൾ ഇസ്രായേലിനെതിരെ നിലകൊള്ളുക, ഒരു സന്ദേശം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ജോർജി, അതിന് ഒറ്റ വാക്കേ ഉള്ളൂ, അത് രാജ്യത്തിനെതിരെയുള്ള നിലപാടാണ്. SIO ഇപ്പൊ സ്വീകരിച്ചിരിക്കുന്ന അതാണ്. ഈ ടാറ്റ നമുക്കറിയാമല്ലോ, ഇപ്പൊ അംബാനി, അദാനി അടക്കം എത്രയോ വ്യവസായ പ്രമുഖരുണ്ട്. ഈ ടാറ്റയെ നമ്മളൊന്ന് പഠിക്കണം. ടാറ്റ ഈ നമ്മുടെ രാജ്യത്തെ ഏറ്റവും ന്യൂനപക്ഷമായ ഒരു മതവിഭാഗത്തിൽപ്പെട്ടയാളാണ്, പാഴ്സി വംശജരാണ്. 2, ടാറ്റയുടെ ബിസിനസ് പോളിസി നോക്കണം. വിദേശങ്ങളിലേക്ക് കയറ്റുമതി ചെയ്ത് രാജ്യത്തിന് വിദേശ നാണ്യം നേടിത്തരുന്നു എന്നുള്ളതല്ല. സാധാരണക്കാർക്ക്, നമ്മുടെ രാജ്യത്തെ സാധാരണക്കാർക്ക് ഏറ്റവും ഗുണമേന്മയേറിയ സാധനങ്ങൾ ഏറ്റവും വിലക്കുറവിൽ എത്തിക്കുക എന്നതാണ് അവരുടെ ബിസിനസ് പോളിസി. അതിവിടുത്തെ രാജ്യത്തെ സ്നേഹിക്കുന്നതുകൊണ്ടല്ലേ. തന്റെ സാധനത്തിന്റെ അതിർത്തി മേഖല വർദ്ധിപ്പിക്കുക എന്ന് മാത്രമല്ല ടാറ്റയുടെ ലക്ഷ്യം. ഈ രാജ്യത്തെ സേവനം ചെയ്യുന്ന വ്യവസായിയാണ്. അപ്പൊ രാജ്യസ്നേഹിയാണ് ടാറ്റ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ രാജ്യസ്നേഹിയാണ് ടാറ്റ. ആ ടാറ്റയെ എതിർക്കുന്നത് രാജ്യത്തെ എതിർക്കുന്നതിന് തുല്യമാണ്. ഇസ്രായേലിനെ എതിർക്കുന്നത് രാജ്യത്തെ എതിർക്കുന്നതിന് തുല്യമാണ്. നമ്മൾ വളരെ അച്ഛൻ പറഞ്ഞതും നമ്മുടെ അമൽ പറഞ്ഞതും ഈ മതത്തിന്റെ മറവിൽ നടത്തുന്ന ഈ തീവ്രവാദ പ്രവർത്തനത്തെ കേരളം ഇങ്ങനെ പാലൂട്ടി വളർത്തിയാൽ, ജോർജി, നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ തന്നെ, നമ്മുടെ അടുത്ത തലമുറയുടെ കാലഘട്ടത്തിലല്ല, നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ തന്നെ നാം വലിയ ഭീഷണികളെ നേരിടേണ്ടി വരും. അതായത് ഇവിടെ സ്ലീപ്പർ സെല്ലുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുന്നു. NIA വന്ന് ഗ്രാമങ്ങളിൽ നിന്നും അതിതീവ്രവാദികളെ പിടിച്ചുകൊണ്ടു പോകുന്നു. ഇത്തരമൊക്കെ സാഹചര്യം നമ്മുടെ കൺമുമ്പിൽ നിൽക്കുക. അത്തരം ഒരു സംസ്ഥാനത്താണ് പുരോഗമന പ്രസ്ഥാനങ്ങൾ അടക്കം ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദികളെ പ്രീണിപ്പിച്ചുകൊണ്ട് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്നത്. ഈ രാജ്യത്തെ പുരോഗമന പ്രസ്ഥാനങ്ങൾ എന്ന് അവകാശപ്പെടുന്നവരാണല്ലോ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ വിദ്യാർത്ഥി സംഘടനകൾ ഇന്ന് എങ്ങനെയാണ് നിലകൊള്ളുന്നത്? JNUവിലടക്കം വിവിധ കേസുകളിൽ നമ്മൾ കണ്ടതാണ്. കേരളത്തിലാണെങ്കിൽ കുട്ടികൾക്ക് ലഹരി കൊടുത്ത് ആ കുട്ടികളെ അടിമയാക്കിക്കൊണ്ട് പുരോഗമന പ്രസ്ഥാനങ്ങൾ ഇന്ന് മുന്നോട്ട് പോകുന്നു. ജമാഅത്തെ ഇസ്ലാമി
ലഹരിക്ക് പകരം മതം മതം ലഹരിയായി കൊടുത്തുകൊണ്ട്, മത തീവ്രവാദം ലഹരിയായി കൊടുത്തുകൊണ്ട് ഒരു തലമുറയെ അവരുടെ കൂടെ നിർത്തിക്കൊണ്ടു പോകുന്നു. ഇത് രണ്ടും രാജ്യത്തിന്റെ ദ്രോഹമാണ്. ഇത് രണ്ടും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാർ കഫിയ ധരിച്ചപ്പോ നമ്മളതിനെ നിസ്സാരമായിട്ട് കാണാൻ പാടില്ല. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ഹൈന്ദവ ക്ഷേത്രത്തില് ഒരു പ്രശ്നമുണ്ടായി, ഒരു ഹൈന്ദവ സ്വാമിക്ക് ഒരു പ്രശ്നമുണ്ടായി, അല്ലെ ശബരിമലയിൽ ഒരു വിഷയമുണ്ടായാൽ എന്തുകൊണ്ടാണ് ഒരു സ്വാമിയുടെ വസ്ത്രം, ഒരു കാവ്യ വസ്ത്രം ധരിക്കാൻ ഒരു ഭരണാധികാരിയും രാഷ്ട്രീയ നേതാക്കന്മാരും തയ്യാറാകാതിരുന്നത്? ഇവിടെ ക്രിസ്തീയ വിഭാഗങ്ങൾ എത്രയോ മേഖലകളിൽ തടയപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഒരു ഐക്യദാർഢ്യം ഇവിടുത്തെ ദുഃഖം അനുഭവിക്കുന്ന ക്രൈസ്തവരോട്? പോകട്ടെ, ഇവിടുത്തെ വീട് എത്രയോ രാജ്യങ്ങളിലാണ് ക്രൈസ്തവർ കഴുത്തറുത്ത് കൊല ചെയ്യപ്പെടുന്നത്. എത്ര കുട്ടികളാണ് ചുട്ടരിക്കപ്പെടുന്നത്, എത്ര സ്ത്രീകളാണ് ബലാത്സംഗം ചെയ്യപ്പെടുന്നത്. എന്തുകൊണ്ടാണ് പുരോഗമന പ്രസ്ഥാനങ്ങൾ ആ വേദന അനുഭവിക്കുന്ന ക്രൈസ്തവർക്കൊപ്പമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു അച്ഛന്റെ ലോഹയൊന്നും ഇടണ്ട, ഒരു വെള്ള വസ്ത്രമെങ്കിലും ധരിച്ച് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാത്തത്? ഇതിവിടുത്തെ മത തീവ്രവാദത്തിനെ ഈ പുരോഗമന പ്രസ്ഥാനങ്ങൾ പ്രത്യക്ഷമായി, പരോക്ഷമായല്ല പ്രത്യക്ഷമായി ഞങ്ങൾ ഭാഗത്തിനൊപ്പമാണ് ഇത് പറയുന്നത് തുല്യമല്ലേ? അപ്പോൾ പിന്നെ SIO ചെയ്തത് ചെറിയ കാര്യമാണ്. നമ്മൾ കാണേണ്ടത് SIO പോലുള്ള സംഘടനകൾ ഇവിടെ നിരോധിക്കപ്പെട്ട സംഘടനകളുടെ ഏറ്റവും അറ്റത്തുള്ള സാധനമാണ്. ഈ SDP അടക്കം ഇനി നിരോധിക്കപ്പെടേണ്ട സംഘടനകളുടെ കൂട്ടത്തിൽ ചേർക്കപ്പെടേണ്ടതാണ് SIO. പണ്ട് നിരോധിച്ചല്ലോ സിമി, സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ, സിമി. അത് നിരോധിച്ചതിന്റെ അതേ ആശയം കൊണ്ടു നടക്കുന്നവരാണ് ഇന്ന് SIO. അത് ഈ രാജ്യത്തെ സ്നേഹിക്കുന്നുണ്ട്. നമ്മുടെ ഭരണാധികാരികൾ നമ്മുടെ രാജ്യത്ത് നടന്ന ഒരു വലിയ തീവ്രവാദി ആക്രമണത്തിനെതിരെ വലിയൊരു യുദ്ധം ചെയ്ത് പാകിസ്ഥാനെതിരെ നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവിടെ നമ്മൾ മതം പറഞ്ഞില്ല, പാകിസ്ഥാനിലെ മുസ്ലിങ്ങളെന്ന് നമ്മൾ പറഞ്ഞില്ല, പാകിസ്ഥാനിലെ സാധാരണ ദ്രോഹിക്കണം എന്ന് നമ്മൾ പറഞ്ഞില്ല. അങ്ങനെ നമ്മുടെ ഭരണകൂടങ്ങൾ പോലും ആഗ്രഹിച്ചിട്ടില്ല. മറിച്ച് പാകിസ്ഥാനെ ചട്ടുകമാക്കിക്കൊണ്ട് അവിടെ പ്രവർത്തിക്കുന്ന ഭീകരരുടെ താവളങ്ങളാണ് തകർത്തത്. പരമാവധി ജനവാസ മേഖലകൾക്ക് ദ്രോഹകരമാകാത്ത രീതിയിലാണ് നമ്മുടെ ഭാരതം ആ യുദ്ധത്തിൽ പോലും പെരുമാറിയത്. നമ്മുടെ രാഷ്ട്രം അങ്ങനെ മതത്തിന്റെ പേരിൽ ജനതയെ വേർതിരിക്കുന്ന ഒരു രാഷ്ട്രമല്ല. പ്രത്യേകിച്ച് ഹൈന്ദവ സംസ്കാരം ഇത്രയും മഹത്തരമായ ഒരു സംസ്കാരം ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ ക്രിസ്ത്യാനി ഉണ്ടാകുമായിരുന്നു, ഇവിടെ മുസ്ലിം ഉണ്ടാകുമായിരുന്നു, മോസ്കും പള്ളിയും ഉണ്ടാകുമായിരുന്നു. ആ ഒരു സംസ്കാരത്തെ ബഹുമാനിച്ചുകൊണ്ട് മതങ്ങൾ തമ്മിൽ ആശയ സ്വാതന്ത്ര്യത്തോടെ, സ്നേഹത്തോടെ, സാഹോദര്യത്തോടെ വർത്തിക്കേണ്ടതിന് പകരം ഇവിടെ മതവിഭജനം ഉണ്ടാക്കാനുള്ള ഒരു നീക്കം, അതാണ് SIO നടത്തുന്നത്, അതാണ് ജമാഅത്തെ ഇസ്ലാമി നടത്തുന്നത്. ഇതിങ്ങനെ മുന്നോട്ട് പോകുന്നത് ജോർജി നമ്മൾ ഗൗരവത്തോടെ കാണണം. പ്രത്യേകിച്ച് ഷെക്കേന പോലുള്ള ചാനലുകൾ, അതായത് മറ്റ് പല മാധ്യമങ്ങളുടെയും നാവുകൾ കെട്ടപ്പെട്ടിരിക്കുന്നു. നമ്മളെ പോലുള്ളവർ സത്യം തുറന്നു പറയാൻ തയ്യാറാകണം. നമ്മളെ വർഗീയവാദിയായിട്ട് ചിത്രീകരിക്കാം, അല്ലെങ്കിൽ മതഭ്രാന്തന്മാരായിട്ട് ചിത്രീകരിക്കാം. സമുദായ സ്നേഹം പറയുന്നവരെ മതഭ്രാന്തന്മാരാക്കുന്ന കാലഘട്ടമാണല്ലോ. ഈ ചിത്രീകരണങ്ങളൊക്കെ നടന്നാലും സത്യത്തിനൊപ്പം നിലകൊള്ളുക എന്ന ധർമ്മത്തിൽ നമ്മൾ നിലനിന്നേ മതിയാവുള്ളൂ. ഇല്ലെങ്കിൽ ഒരു തലമുറയെ നമുക്ക് മുന്നോട്ട് നയിക്കാൻ പാടാകും. ഇതാണ് ഒന്നാമത്തെ ഘട്ടത്തിൽ എനിക്ക് പറയാം. വളരെ ഗൗരവമായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ് ശ്രീ ജോൺസൺ കൊച്ചോറമ്മൻ നൽകിയിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് അദ്ദേഹം തന്റെ ആശയങ്ങൾ അവതരിപ്പിച്ചു. അച്ഛാ, രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ ബഹിഷ്കരണവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. നേരത്തെ അമലും ശ്രീ ജോൺസൺ കൊച്ചോറമ്മനും ചൂണ്ടിക്കാണിച്ചു, ഈ ടാറ്റ എന്ന് പറയുന്നത് വലിയൊരു ബിസിനസ് സാമ്രാജ്യമാണ്. വിവിധ പ്രോഡക്റ്റുകൾ അവർക്കുണ്ട്. ഇപ്പോൾ എയർ ഇന്ത്യ പോലുള്ള പ്രസ്ഥാനങ്ങളെ ഏറ്റെടുക്കുന്നു, ജാഗൂർ പോലുള്ള സംവിധാനങ്ങളെ ഏറ്റെടുക്കുന്നു. പക്ഷേ ഇവരുടെ ഈ ഇസ്രായേലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പാലസ്തീൻ വിഷയം ഉയർത്തിക്കാട്ടി ഈ മത തീവ്ര സ്വഭാവമുള്ളവർ ബഹിഷ്കരിക്കുന്ന ചില പ്രത്യേക പ്രോഡക്റ്റുകളാണ്. നമ്മൾ ഈ മറ്റ് ഇന്ത്യക്ക് പുറത്തേക്കൊക്കെ ചെന്ന് കഴിയുമ്പോൾ മക്ഡൊണാൾഡ്സിനെ ഒരു കാലഘട്ടത്തിൽ ബഹിഷ്കരിച്ചിരുന്നു. അതായത് ഇസ്രായേൽ സൈനികർക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്ന ആരോപിച്ചുകൊണ്ട് മക്ഡൊണാൾഡ്സ്, അതായത് ഫുഡ് ചെയിൻ, ഇവിടെ ബഹിഷ്കരിച്ചത് ടെക്സ്റ്റൈലാണ്. അതായത് കൃത്യമായിട്ടും ഒരു കോമ്പറ്റീഷൻ നടക്കുന്ന മേഖലകളെ തെരഞ്ഞുപിടിച്ച് ചില വിഷയങ്ങൾ, വൈകാരികമായിട്ടുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി ബഹിഷ്കരിക്കുന്നു. അത് ഒരു നിഷ്കളങ്കമായി നമുക്ക് കരുതാൻ സാധിക്കുമോ? ഒരു കൃത്യമായിട്ടുള്ള ഒരു അധിനിവേശ അജണ്ട ഇതിന്റെ പിന്നിലുണ്ട് എന്ന് നാം സംശയിക്കേണ്ടതല്ലേ ഫാദർ സെബി?
ഓലപ്പാമ്പ് കാട്ടി ടാറ്റ പോലെയുള്ള ഒരു സംവിധാനത്തെ പേടിപ്പിക്കാമെന്ന് ആ, ഈ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ നേതാക്കൾ വിചാരിക്കുന്നതിന്റെ അല്പത്തരമാണ് യഥാർത്ഥത്തിൽ ഈ പ്രഖ്യാപനങ്ങളെല്ലാം. ഒരു കാര്യം ഉറപ്പാണ്, ഈ പ്രഖ്യാപിക്കുന്നവർ തന്നെ 2 ആഴ്ച കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് പോകാൻ ഇതേ വിലക്കുറവുള്ള കടയിൽ പോയിട്ട് സാധനം മേടിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും. എല്ലാ CCTV ക്യാമറയും സ്റ്റുഡിയോയിലേത് ഓൺ ചെയ്ത് വെച്ചിട്ട് അവരൊരു വിശകലനം നടത്തിയാൽ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും എന്നാണ് എന്റെ ഒരു അഭിപ്രായം. നമ്മളൊരു കാര്യം ഓർക്കേണ്ടത്, ഈ സ്റ്റുഡിയോ എന്ന് പറയുന്ന ഈ ആ, ഒരു ഒരു ടെക്സ്റ്റൈൽ വിങ് ഈ ടാറ്റ ആരംഭിക്കുന്നതിന്റെ ഒരു ചരിത്രം ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് ഇവിടെയുള്ള അപ്പർ ക്ലാസ് ആയിട്ടുള്ള സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്ന ആ, ആളുകൾ ധരിക്കുന്നത് പോലെ ഫാഷനബിൾ ആയിട്ടുള്ള വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകുക എന്നുള്ള ടാറ്റ ഗ്രൂപ്പിന്റെ ലക്ഷ്യത്തിന്റെ ആ, തെളിവാണ്. അത് വിജയിച്ചതാണ് യഥാർത്ഥത്തിൽ ഈ സ്റ്റുഡിയോ എന്ന് പറയുന്ന ഈ ടെക്സ്റ്റൈൽ സംവിധാനം എന്ന് പറയുന്നത്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു വിജയത്തിന്റെ ഒരു ശക്തി, ജനകീയത എന്ന് പറയുന്നത് ഒരു പരസ്യം പോലും ഈ സ്റ്റുഡിയോയ്ക്ക് വേണ്ടി ടാറ്റ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഞാനത് കുറച്ചു നാൾ മുമ്പ് ഈ സ്റ്റുഡിയോയെ കുറിച്ച് കേട്ടപ്പോൾ ഞാൻ മനസ്സിലാക്കിയ 1-2 കാര്യങ്ങളാണത്. അപ്പൊ ടാറ്റ എന്ന് പറയുന്നത് അത്രമാത്രം ജനകീയമായിട്ടുള്ള ഒരു സംവിധാനമായിട്ട് തീരാൻ കാരണം എന്തിന്, നമ്മൾ തന്നെയും ഇപ്പൊ ടാറ്റ, മഹേന്ദ്ര അല്ലെങ്കിൽ ജിയോ, ഇങ്ങനെ ഒത്തിരിയേറെ കമ്പനികൾ നിൽക്കുമ്പോഴും ആളുകൾക്ക് എപ്പോഴും ടാറ്റ എന്ന് പറയുമ്പോൾ സ്വന്തം കുടുംബത്തിലെ ഒരംഗത്തെ പോലെ തോന്നുന്നു എന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ അത് ഇന്ത്യയുടെ ചരിത്രത്തോളം ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ഞാനത് അതുകൂടി ഒന്ന് സൂചിപ്പിച്ചിട്ട് ഞാൻ ഈ ചോദ്യത്തിലേക്ക് വരാം. ഈ ജംഷഡ്ജി ടാറ്റയാണ് ആദ്യമായിട്ട് ഇന്ത്യയുടെ വ്യവസായിക വിപ്ലവത്തിന്റെ പിതാവായിട്ട് കണക്കാക്കുക. ഇന്ത്യൻസിനായിട്ട് ഇന്ത്യ എന്ന് പറയുന്ന ആശയം ശക്തമായിട്ട് പ്രചരിപ്പിക്കുന്നതിൽ അദ്ദേഹം നേതൃത്വം എടുത്തു. ഇന്ത്യൻ വസ്ത്ര വ്യവസായത്തെ ശക്തിപ്പെടുത്താൻ അദ്ദേഹം സ്വദേശി മിൽ എന്ന പേരിൽ അദ്ദേഹം കോട്ടൺ മില്ലിന് രൂപം നൽകി. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥാപിക്കുന്നതിൽ അദ്ദേഹം നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചു. ഈ ഫീനിക്സ് സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞ് മഹാത്മാഗാന്ധിയുടെ ആദ്യത്തെ സത്യാഗ്രഹത്തിന് സാമ്പത്തിക പിന്തുണ നൽകിയത് ഈ രത്തൻ ടാറ്റയുടെ സാമ്പത്തിക പിന്തുണയിൽ അധിഷ്ഠിതമായിട്ടായിരുന്നു. അതോടൊപ്പം തന്നെ KRG ടാറ്റ സ്വാതന്ത്ര്യാനന്തര ശേഷം പ്രത്യേകിച്ച് സിവിൽ ഏവിയേഷൻ പൈലറ്റ് ആയിരുന്ന അദ്ദേഹം ടാറ്റ എയർലൈൻസ് സ്ഥാപിച്ച് ഇന്ത്യക്ക് ഏറ്റവും ലോകത്തിന് തന്നെ മാതൃക നൽകുന്ന ഒരു എയർലൈൻസിന്റെ ഉടമസ്ഥരായിട്ട് ടാറ്റ മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടുന്ന് അങ്ങോട്ടേക്ക് പോയി ഇന്ന് ഇന്ത്യയിൽ ആകെ വരുമാനത്തിന്റെ 60% ചാരിറ്റി പ്രവർത്തനത്തിനായിട്ട് മാറ്റിവെക്കുന്ന ഒരേ ഒരു കോർപ്പറേറ്റ് സംവിധാനമേ ഉള്ളൂ. അത് ഈ ടാറ്റ ഗ്രൂപ്പാണ്. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അവരുടെ ലാഭത്തിന്റെ 60% വ്യത്യസ്തമായിട്ടുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായിട്ട് മാറ്റിവെക്കുന്നത്. കേരളത്തിൽ ആ ചാരിറ്റി പ്രവർത്തനത്തിൽ പ്രത്യേകിച്ച് നമുക്ക് ഈ ഗൂഗിളിൽ നിന്ന് കിട്ടുന്ന വിവരം അനുസരിച്ച് ജലസേചനവുമായി ബന്ധപ്പെട്ട്, കൃഷി യോഗ്യ ജലസേചനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ തന്നെ എത്രയോ ശതമാനം പിന്നെ സാമ്പത്തിക സഹായം നൽകിയതിന്റെ വിവരങ്ങളാണ് ഈ ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ഒരു ദേശീയ ബോധത്തിൽ അധിഷ്ഠിതമായിട്ട് നിൽക്കുന്ന ഒരു സംവിധാനത്തെ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനർത്ഥം അത് ജനങ്ങൾ അവരെ ബഹിഷ്കരിക്കും എന്നുള്ള ഒരു ചിന്ത, ഇവരുടെ ആഹ്വാനം കൊണ്ട് മുസ്ലിം സമുദായത്തിലുള്ളവർ പോലും ഇതിനെ ബഹിഷ്കരിക്കും എന്നുള്ള ചിന്തയല്ല അതിന്റെ പിന്നിലെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു തരം ധാർഷ്ട്യം, മതപരമായിട്ടുള്ള ധാർഷ്ട്യം അത് ഒന്നുകൂടി പ്രഖ്യാപിക്കുക എന്നുള്ള ലക്ഷ്യമാണ് അതിൻ്റെ അകത്തുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാകുക. ഞങ്ങൾ ഈ നാട്ടിൽ സംഘടിതരാണ്, ഞങ്ങൾ ഈ നാട്ടിൽ ജനസംഖ്യയിൽ മുൻപന്തിയിലേക്ക് കടന്നു വരുന്നു, ഞങ്ങൾക്ക് രാഷ്ട്രീയ ശക്തി മാത്രമല്ല ഉള്ളത്, ഞങ്ങളുടെ സംഘടനകൾക്ക് ഞങ്ങൾ ആഹ്വാനം ചെയ്തു കഴിഞ്ഞാൽ അത് കേൾക്കാൻ ആളുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ മാനിച്ചേ തീരൂ എന്ന സന്ദേശം ഒരു തരം ധാർഷ്ട്യ സ്വഭാവത്തോടു കൂടി PFIയുടെ ആ നിരോധിക്കപ്പെട്ട സാഹചര്യം ഉണ്ടാകുന്ന ആ സമ്മേളനത്തിൽ ഉയർന്ന ആ കുട്ടിയുടെ മുദ്രാവാക്യത്തിന്റെ സ്വരം പോലെ അവലും കുന്തിരിക്കവും കരുതി വെച്ചോളാൻ പറയുന്ന അതേ ധാർഷ്ട്യത്തിന്റെ മറ്റൊരു പ്രതിരൂപമായിട്ട് ഈ പറയുന്ന ഈ കാര്യങ്ങളെ നമ്മൾ കാണണം. ഞാൻ ഒരു കാര്യം കൂടി ഒന്ന് സൂചിപ്പിക്കട്ടെ. ഇവര് ഇത് ബഹിഷ്കരിക്കാൻ പറയുന്നുണ്ട്. എനിക്ക് വിഷമം തോന്നുന്നത് ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന കച്ചവടവും ആരുടെ കയ്യിലാണ്?
മുസ്ലിം സമുദായത്തിന്റെ കയ്യിലല്ലേ? അവർക്ക് കച്ചവടം ചെയ്യാൻ കഴിയുന്നത് ഇവിടുത്തെ ഭൂരിപക്ഷമായ ഹൈന്ദവരുടെയും ക്രൈസ്തവരുടെയും, ഞാൻ ആ ഭൂരിപക്ഷം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഈ നാട്ടിൽ പ്രധാനമായിട്ടും 3 മതവിഭാഗങ്ങളുണ്ട്: മുസ്ലിങ്ങളും, ക്രിസ്ത്യാനികളും, ഹിന്ദുക്കളും. ഇതിൽ മുസ്ലിങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നീടുള്ള ഭൂരിപക്ഷം ഹിന്ദു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. അത് ക്രിസ്ത്യൻസ് ന്യൂനപക്ഷമായിട്ട് നിൽക്കുമ്പോഴും ഭൂരിപക്ഷ ജനസംഖ്യയിൽ ഭൂരിപക്ഷമായിട്ട് നിൽക്കുന്ന ഹൈന്ദവരും, അവരോട് ചേർന്ന് ഈ ക്രൈസ്തവരും ഈ കടകളിൽ പോയിട്ട് സാധനം മേടിക്കുന്നതുകൊണ്ടല്ലേ ഇവർക്ക് ഈ വിജയിക്കാൻ കഴിയുന്നത്. ഞാനൊരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞാൽ, ഈ അജ്മി പോലെയുള്ള സംവിധാനങ്ങളുടെ വളർച്ചയെക്കുറിച്ച് നമ്മളൊക്കെ കേൾക്കാറുണ്ട്. ഈ അവര് വിറ്റഴിക്കുന്ന പുട്ടുപൊടി, അത് ഏറ്റവും കൂടുതൽ മേടിക്കുന്നത് ഏത് വിഭാഗക്കാരായിരിക്കും? അവര് ചിന്തിക്കണ്ടേ? യഥാർത്ഥത്തിൽ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇത്തരം ചില രാഷ്ട്രീയ മതപരമായിട്ടുള്ള അജണ്ടകളിലൂടെ അധ്വാനിച്ച് കച്ചവടം ചെയ്യുന്ന മുസ്ലിം സംരംഭകരെ അവരുടെ തലയിൽ ഇടുത്തി വീഴ്ത്തുന്ന പ്രവണതയാണ് ഇത് കണ്ടുവരിക. ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവരും ഹിന്ദുക്കളുമായിട്ടുള്ള ഈ നാട്ടിലെ മനുഷ്യർ, ഇവർ ചിന്തിക്കുന്നത് പോലെ ചിന്തിച്ചാലോ? ഈ ദേശീയ സ്വഭാവമുള്ള രാജ്യത്തോട് പ്രതിബദ്ധതയുള്ള ടാറ്റ പോലെയുള്ള ഒരു സംവിധാനത്തെ ബഹിഷ്കരിക്കാൻ നിങ്ങൾ ആഹ്വാനം ചെയ്താൽ, നാളെ ഞങ്ങൾ നിങ്ങളുടെ സംവിധാനങ്ങളെ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തു തുടങ്ങിയാൽ എന്ത് സംഭവിക്കും? എന്താണ് ഇവിടെ സംഭവിക്കുക? ഇവിടെ മുസ്ലിം സമുദായം മാത്രം മുസ്ലിങ്ങളുടെ കടകളിൽ നിന്ന് സാധനം മേടിച്ചാൽ മതിയോ? ഒരു ചോദ്യമാണ്. അതിനോട് ചേർത്ത് വെച്ചിട്ട് ഒരു കാര്യം കൂടെ പറയാം. ഇവിടെ രാഷ്ട്രീയ സംവിധാനങ്ങൾ വളരെ അന്ധമായി ഇത്തരം രാജ്യവിരുദ്ധ പ്രവണതകളെ പ്രോത്സാഹിപ്പിക്കുന്നത് അങ്ങേയറ്റം ഖേദകരമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇവിടെ പണ്ടെന്നോ ബീഫ് ആയിട്ട് ബന്ധപ്പെട്ട് ബീഫ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു. ബീഫ് ഫെസ്റ്റ് എന്തായിരുന്നു അതിന് കാരണം? അതായത് RSSകാര് അല്ലെങ്കിൽ BJP സംവിധാനങ്ങൾ പശു ഇറച്ചി കഴിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞു. പശു ഇറച്ചി കഴിക്കുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇവിടെയുള്ള ഇടതുപക്ഷ ചിന്താഗതിയുള്ള വിഡ്ഢി കുഷ്മാണ്ഡങ്ങൾ എന്ന് വിളിക്കാവുന്ന കുറെ ആളുകൾ, അതിൽ കുറെ ആളുകൾ എന്ത് ചെയ്തു? ബീഫ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു. ഞാനൊന്ന് ചോദിക്കട്ടെ, ഒരു ഹൈന്ദവ തീവ്ര സ്വഭാവമുള്ള ചില വിഭാഗങ്ങൾ ഒരു ഭക്ഷണം അത് കഴിക്കാൻ പാടില്ല, അത് കഴിക്കുന്നവരെ ഞങ്ങൾ ആക്രമിക്കും എന്ന് പറയുന്ന അതേ ശൈലി തന്നെയാണ് മറുവശത്ത് ഇവിടെ ഇസ്ലാമിക ആചാര അനുഷ്ഠാനങ്ങളിൽ രൂപപ്പെടുന്ന ഭക്ഷണമേ ഞങ്ങൾ കഴിക്കൂ, മറ്റുള്ളവരും അത് കഴിച്ചാൽ മതി എന്ന് പറയുന്നത്. അതാണ് യഥാർത്ഥത്തിൽ ഈ ഹലാൽ എന്ന് പറയുന്ന സംവിധാനം. ഈ കേരളത്തിൽ നമ്മളിങ്ങനെ ഒരു കോർണറിൽ നിന്ന് എങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാലും അവിടെയുള്ള ഭൂരിപക്ഷം വരുന്ന ഹോട്ടലുകൾ എടുത്താൽ അത് മുഴുവൻ മുസ്ലിം കമ്മ്യൂണിറ്റിയുടേതാണ്. ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ബഹുഭൂരിപക്ഷം വരുന്ന ഹോട്ടലുകളിലും ഹലാൽ എന്ന് പറയുന്ന ബോർഡും വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ക്രൈസ്തവരും ഹൈന്ദവരും ഒരു തീരുമാനമെടുക്കുകയാണ്, അല്ലെങ്കിൽ മതേതര സ്വഭാവമുള്ളവർ ഒരു തീരുമാനം എടുക്കുകയാണ്: ഞങ്ങൾ ഇനി ഹലാൽ ബോർഡ് വെച്ചിട്ടുള്ള ഈ കടകളിൽ നിന്ന് ഭക്ഷണം കഴിക്കില്ല. കാരണം അത് ഒരു മതത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രത്യേക പ്രാർത്ഥനകൾ ചൊല്ലി, ബിസ്മില്ല ചൊല്ലി അവരുടെ ദൈവത്തിന് സമർപ്പിച്ചത് കഴിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ്. അത് ഈ രാജ്യത്തിന്റെ മതേതര മൂല്യങ്ങളെ തകർക്കുന്നതാണ്. അതുകൊണ്ട് പരോക്ഷമായിട്ട് പോലും ഒരു മതവിഭാഗത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങൾ പങ്കാളികളാകാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല എന്നൊരു തീരുമാനമെടുത്താൽ ഈ അഹങ്കാരം അവസാനിക്കുമോ? ഈ അഹങ്കാരം അവസാനിപ്പിക്കുമോ? SIOക്കാരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങളുടെ ഈ അഹങ്കാരം ഇവിടുത്തെ ക്രൈസ്തവ ഹൈന്ദവ സമൂഹങ്ങൾ അവരുടെ സ്വത്വബോധത്തെക്കുറിച്ച് കൂടുതൽ ഗൗരവത്തിൽ ചിന്തിച്ചുകൊണ്ട് അവരുടെ സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ഈ അഹങ്കാരം അവസാനിക്കുമോ? എങ്കിൽ ഞങ്ങൾ ഇനി അങ്ങനെ അഹങ്കാരം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് കടക്കേണ്ട ഗതികേട് ഞങ്ങൾക്കുണ്ട് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. അപകടകരമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് ഈ നാടിനെ കൊണ്ടുവന്ന് തള്ളിയിടരുത്. ഈ നാട്ടിൽ ഇവിടെയുള്ള എല്ലാ മതവിഭാഗങ്ങളും സമാധാനത്തോടെയും സന്തുഷ്ടിയോടെയും കഴിഞ്ഞു പോകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ഈ തീവ്ര നിലപാടുകളെ ഞങ്ങൾ പാടെ അവഗണിച്ച് തള്ളിക്കളയുന്നത്. മറിച്ച് ഞങ്ങൾക്ക് വിവരമില്ലാത്തത് കൊണ്ടല്ല. ഈ നാടിന് വിദ്യാഭ്യാസവും നൽകി ഈ നാടിനൊരു സംസ്കാരവും രൂപീകരിച്ച ക്രൈസ്തവ സമൂഹത്തിന് പ്രത്യേകിച്ച്
നിങ്ങൾ നടക്കുന്ന ഈ ഇരട്ടത്താപ്പ് പ്രവണതകളിൽ ഞങ്ങൾക്കിതൊന്നും മനസ്സിലാകുന്നില്ല എന്ന് ദയവ് ചെയ്തിട്ട് ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ ആളുകൾ വിചാരിക്കരുത്. ഞങ്ങളും വിചാരിച്ചു കഴിഞ്ഞാൽ ചിലതൊക്കെ നടക്കും. പക്ഷെ ഞങ്ങൾ അത് ചെയ്യാത്തത് ഞങ്ങൾക്കൊരു ദേശീയ ബോധമുള്ളത് കൊണ്ടാണ്. ഈ രാഷ്ട്രത്തിന്റെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതേതര മൂല്യങ്ങളോട് ഞങ്ങൾ വലിയ ബഹുമാന ആദരവ് പുലർത്തുന്നതുകൊണ്ടാണ്. ഇവിടെ എനിക്ക് അത്ഭുതം തോന്നുന്ന മറ്റൊരു കാര്യം, ഇതിപ്പോ തീവ്ര സ്വഭാവമില്ലാതെ ഇവിടെയുള്ള രാഷ്ട്രീയ നേതൃത്വത്തിന് നിലനിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. സാമാന്യം കുഴപ്പമില്ലാതിരുന്ന ഒരു രാഷ്ട്രീയ സംവിധാനമാണ് മുസ്ലിം ലീഗ്. ഇപ്പൊ അവർക്ക് പോലും തീവ്രവാദം പറയാതെ ഈ ഇസ്ലാമിക സാംസ്കാരിക മേഖലകളിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയായിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിന്റെ അലയടികൾ നമ്മൾ കണ്ടല്ലോ. ശശി തരൂര് എത്രമാത്രം ഒറ്റപ്പെട്ടു. ഈ ഹമാസ് ഇസ്രായേൽ വിഷയം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ശശി തരൂര് പറഞ്ഞു, ഇത് ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള ഒരു യുദ്ധമായിട്ട് ഇതിനെ കാണാൻ കഴിയില്ല. ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേൽ എന്ന രാജ്യത്തിനെതിരെ നടത്തിയ കടന്നാക്രമണം, തീവ്രവാദത്തിന്റെ ഫലമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഈ സംഘർഷം, യുദ്ധം. അത് പറഞ്ഞ ഈ ശശി തരൂരിന് പിന്നീട് അങ്ങോട്ട് കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും വിലയുണ്ടായിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. എന്ന് മുതലാണ് ശശി തരൂർ കോൺഗ്രസിൽ അപ്രസക്തനായത്? ശശി തരൂർ എന്ന് പറയുന്ന വിശ്വപൗരൻ എന്ന് നമ്മളൊക്കെ ബഹുമാനത്തോടു കൂടെ വിളിക്കേണ്ട ഈ വ്യക്തിയെ കോൺഗ്രസിൽ അപ്രസക്തനാക്കിയത് അദ്ദേഹം ബോധ്യത്തോടു കൂടി നടത്തിയ സത്യസന്ധമായിട്ടുള്ള ഒരു പ്രസ്താവനയിലൂടെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, തീവ്ര മത ചിന്തയോട് അധിഷ്ഠിതമായിട്ടുള്ള രാഷ്ട്രീയം ഈ നാടിന്റെ ശാപമായിട്ട് മാറിയിരിക്കുകയാണ്. ഇന്ത്യ 2047 ഇന്ത്യയെ കീഴടക്കാൻ വേണ്ടി ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള തീവ്ര ഇസ്ലാമിക സംഘടിത സമൂഹങ്ങൾ രൂപവൽക്കരിച്ച രാഷ്ട്രീയ സാമൂഹിക മേഖലയിലുള്ള ചില അതിപ്രസരങ്ങളും കടന്നുകയറ്റങ്ങളും, പ്രത്യേകിച്ച് ആശയതലത്തിൽ രൂപീകരിച്ച ഇൻജക്ട് ചെയ്ത ഈ മത തീവ്രവാദവും ഈ നാടിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നാട്ടിൽ നിന്ന് സത്യം വിളിച്ചു പറയാൻ പലരെയും ഭയക്കേണ്ട സാഹചര്യം അതിരൂക്ഷമായിട്ട് തീർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്നിപ്പോ ഈ വിഷയം വന്നു. എത്ര മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തു? മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തോ? ഞാനിവിടെ പല സെർച്ച് ചെയ്തിട്ട് വളരെ കുറഞ്ഞ ചില കണ്ടന്റുകൾ മാത്രമാണ് ഈ വിഷയത്തെക്കുറിച്ച് കിട്ടിയത്. യഥാർത്ഥത്തിൽ ഇന്ത്യൻ ദേശീയതയ്ക്ക് കടക്കല് കത്തിവെക്കുന്ന ഒരു പ്രവണതയല്ലേ ഈ സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇവിടെ ചെയ്തത്? അതിനെ എന്തുകൊണ്ടാണ് ഉത്തരവാദിത്ത ബോധമുള്ള രാഷ്ട്രീയ മാധ്യമ സംവിധാനങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല? ഇന്നിപ്പോ വൈകുന്നേരം ഞാൻ ഇങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കിയിരിക്കുകയാണ്. വൈകുന്നേരം റിപ്പോർട്ടർ ചാനലിൽ മൂവർ സംഘം ഒരുമിച്ചിരുന്ന് ഈ വിഷയത്തെ എങ്ങനെയാണ് രാഷ്ട്രീയമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് എന്ന്. അതേപോലെ മീഡിയ വണ്ണിൽ അടുപ്പ് കൂട്ടി വെച്ചുള്ള ചർച്ചയിൽ ഈ വിഷയത്തെ അവർ ഏത് രീതിയിലാണ് വ്യാഖ്യാനിക്കാൻ പോകുന്നത്, ഇതൊക്കെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചാണ് ഇരിക്കുന്നത്. ഈ വിഷയം അവര് ടേക്കപ്പ് ചെയ്യുമോ എന്നുള്ള കാര്യങ്ങൾ ചിന്തിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് വരികയാണ്. നമുക്ക് സമയപരിമിതിയുണ്ട്, ഒരു 5 മിനിറ്റ് കൂടി ബാക്കിയുള്ളൂ. അതിനാൽ തന്നെ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ അവതരിപ്പിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അമലിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ ഇവർ നടത്തിയിരിക്കുന്ന ഈ ഒരു ബഹിഷ്കരണ ആഹ്വാനം, അതിന് യാതൊരു അടിസ്ഥാനവുമില്ല, അവർ ഉയർത്തുന്ന കാര്യങ്ങൾക്കും യാതൊരു അടിസ്ഥാനവുമില്ല എന്നത് വളരെ വ്യക്തമാണ്. നമ്മൾ ഒരു തരത്തിൽ അത്തരത്തിലുള്ള ബഹിഷ്കരണ ആഹ്വാനങ്ങൾ യഥാർത്ഥത്തിൽ ഇനി ശക്തമാക്കേണ്ടത് ഈ തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന പ്രസ്ഥാനങ്ങൾ, അല്ലെങ്കിൽ തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന ബിസിനസ് സംരംഭങ്ങൾ, അല്ലെങ്കിൽ തീവ്രവാദത്തെ പ്രൊമോട്ട് ചെയ്യുന്ന മാധ്യമ സ്ഥാപനങ്ങൾ, അത്തരക്കാർക്കെതിരെ ഇവർ നടത്തിയതുപോലുള്ള ഈ ബഹിഷ്കരണ ആഹ്വാനങ്ങൾ ശക്തിപ്പെടുത്തേണ്ട ഒരു കാലഘട്ടത്തിലല്ലേ? നമുക്കറിയാം, അത് ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് നിലവിൽ കേരളത്തിലെ സാഹചര്യത്തിൽ അത് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ പൊതുസമൂഹം, മതേതര കാഴ്ചപ്പാടുള്ളവർ, ഈ തീവ്രവാദത്തെ പ്രൊമോട്ട് ചെയ്യുന്നവരുടെ ബിസിനസ് സ്ഥാപനങ്ങളിൽ ഞങ്ങൾ ഇനി ബിസിനസ് നടത്തുകയില്ല, അല്ലെങ്കിൽ അവിടെ നിന്ന് സാധനങ്ങൾ മേടിക്കുകയില്ല, അല്ലെങ്കിൽ അത്തരം മാധ്യമ സ്ഥാപനങ്ങളെ ഞങ്ങൾ ബഹിഷ്കരിക്കും എന്ന ദേശീയ ബോധത്തിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള കൃത്യമായിട്ടുള്ള നിലപാടെടുക്കേണ്ട സമയം അതിക്രമിച്ചില്ലേ അമൽ? തീർച്ചയായിട്ടും അതിന്റെ സമയം കഴിഞ്ഞു പോയെന്ന് നമുക്ക് പറയാം. കാര്യം കഴിഞ്ഞ കാലയളവിൽ തന്നെ പോലും ഇതുപോലെയുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങള് അല്ലെങ്കിൽ ആളുകള് ഇവരെയൊക്കെ തന്നെ ചേർത്ത് പിടിക്കുന്ന രീതിയിലാണ് കേരളത്തിന്റെ മുന്നോട്ട് പോക്ക്. നമ്മൾ എത്ര പറഞ്ഞാലും അല്ലെങ്കിൽ എത്ര ചൂണ്ടിക്കാണിച്ചാലും അത് മനസ്സിലാകാത്ത രീതിയിലാണ് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ പോക്ക്.
അതിന്റെ സ്വാധീന ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും തന്നെയാണ്. കാരണം ഇപ്പൊ സിമി പോലെയുള്ള ഒരു തീവ്രവാദ സംഘടന നിരോധിക്കപ്പെട്ടെങ്കിലും ETയിൽ മന്ത്രിയായി അല്ലെ, ETയിൽ ന്യൂനപക്ഷ മന്ത്രിയായി തന്നെ ഇവിടെ വിരാജിക്കുന്ന നമ്മൾ കണ്ടു. മാത്രമല്ല മദനി പോലെയുള്ള ഒരു ഭീകരവാദ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട വ്യക്തിക്ക് കുട പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുന്ന വക്കീലിനെ ഇന്ന് അവർ രാജ്യസഭ MP ആക്കി അല്ലെ. ഹാരിസ് ബീരാൻ ഇപ്പൊ രാജ്യസഭ MP ആണ് നമ്മുടെ എല്ലാം. അപ്പം അത്തരത്തിലുള്ള ഒരു കുട പിടിച്ചുകൊണ്ട് തീവ്രവാദ പ്രസ്ഥാനങ്ങളേക്ക് അനുകൂലമായിട്ട് നിലപാടെടുക്കുന്നവരെ പോലും പ്രകീർത്തിക്കുന്ന തരത്തിലും അവരെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് കയറ്റിവിടുന്ന തരത്തിലും ഇവിടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ ചില ഫണ്ടഡ് മേഖലകളൊക്കെ തന്നെ ഇവിടെ വരുമ്പോൾ അതിനെ ഒന്നും പൊതുജനത്തിന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരെല്ലാം കണ്ണടയ്ക്കുന്ന ഒരു കാഴ്ചയും കൂടെ നമ്മളിവിടെ കാണാതെ പോകരുത്. കാര്യം എത്രമാത്രം അത് പറഞ്ഞാലും മനസ്സിലാകാത്ത ഒരു പൊതുജനം എങ്ങനെയാണ് ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത് എന്നുള്ളത് നമ്മളിവിടെ ചൂണ്ടി കാണിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളെ നമ്മൾ ഇനിയും ചൂണ്ടിക്കാണിക്കണം ഇങ്ങനെയാണെങ്കിൽ പോലും. അതിനെ നമ്മള് ഒരു എന്താ പറഞ്ഞ ഒരു പരിധിക്കപ്പുറം നിർത്തുന്ന രീതിയിലേക്ക് പൊതുസമൂഹത്തിന് ഇനിയെങ്കിലും ഒരു ഉണർവ് ഉണ്ടാകണം. എത്ര നമ്മൾ പറഞ്ഞാലും മനസ്സിലാകുന്നില്ലെങ്കിൽ പോലും നമുക്ക് അതേ ചെയ്യാനായിട്ട് കഴിയുകയുള്ളൂ. അതിന് കൃത്യമായിട്ടും നല്ലൊരു രാഷ്ട്രബോധമുള്ള മൂല്യബോധമുള്ള രാഷ്ട്രീയക്കാർ ഇവിടെ ഉണ്ടാകണം. പൊതുസമൂഹത്തിൽ നിന്നും നല്ലൊരു മൂല്യബോധമുള്ള രാഷ്ട്രീയ ബോധമുള്ള സാമൂഹ്യ നിരീക്ഷകര് അല്ലെങ്കിൽ സമുദായ നേതാക്കള് ഇവരെല്ലാം തന്നെ ഈ പൊതുസമൂഹത്തിന് ആവശ്യമാണ്. അവരിലൂടെ തീർച്ചയായിട്ടും ഇനിയെങ്കിലും ഇവിടെയുള്ള ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങളൊക്കെ നിലനിർത്തി നടത്തുന്ന രീതിയിലേക്കുള്ള പ്രസ്താവനകളാകട്ടെ അതേസമയം തന്നെ ധീരമായ നിലപാടുകളാകട്ടെ ഉണ്ടാകണം. ഇവിടെ പലപ്പോഴും ഈ എന്താ പറയാ മതത്തിന് അടിമപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രമായിട്ട് നിലകൊള്ളുന്ന പല നേതാക്കളും ഇപ്പൊ നമുക്കറിയാം. ഇപ്പൊ തന്നെ ഈ കാലയളവിൽ തന്നെ നമുക്ക് പലതും വ്യക്തമാണ്. ഇപ്പൊ ഇന്ന് തന്നെ ഇപ്പം ഈ PC വിശ്വനാഥ് ഇപ്പൊ ഒരു നിലപാട് പറഞ്ഞു, പെരുന്നാളിന് അവധി പോലും ഇല്ല. കാര്യം വെള്ളിയാഴ്ചയായിരുന്ന അവധി ഇപ്പം ശനിയാഴ്ചത്തേക്ക് ചില മതപരമായ കാരണങ്ങളാൽ മാറ്റുന്നതായിട്ട് നമ്മളിപ്പം കണ്ടു. അപ്പൊ അതുകൊണ്ട് തന്നെ പെരുന്നാളിന് അവധി പോലും ഇല്ലെന്നുള്ള PC വിഷ്ണുനാഥിന്റെ ഒരു വേദന നമ്മളിവിടെ കണ്ടു. അതേസമയം ഇനി വരാൻ പോകുന്ന ജൂലൈ 3-ാം തീയതി ഇപ്പൊ ക്രിസ്ത്യാനികളുടെയൊക്കെ വളരെ പ്രധാനപ്പെട്ട കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിനമാണ് ജൂലൈ 3 എന്ന് പറയുന്നത്. ആ ജൂലൈ 3-ന് ഒരു അവധി പ്രഖ്യാപിക്കാനായിട്ട് ഒരു അവധി ചോദിക്കാനോ ഇവിടെ ഒരു രാഷ്ട്രീയ നേതാവിനെ പോലും നമുക്ക് ആ ദിവസം കാണാൻ സാധിക്കത്തില്ല. അതാണ് കേരളത്തിന്റെ അവസ്ഥ. അപ്പം ചില മതസംഘടിതമായ സംവിധാനത്തിന് വേണ്ടി അവിടെ അടിമപ്പണി ചെയ്യുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി തീവ്രമായ നിലപാടെടുക്കുന്ന രാഷ്ട്രീയക്കാർ പോലും പലപ്പോഴും പൊതുസമൂഹത്തിലെ മറ്റ് മതക്കാർക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ചില സാമൂഹ്യ നീതിക്ക് വേണ്ടി പോലും ശബ്ദം ഉയർത്താത്തത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അതിനൊരു മാറ്റം വരണം. അതിനായിട്ടുള്ള ഒരു നിലപാട് പൊതുസമൂഹത്തിൽ നിന്ന് ഉണ്ടാകണം എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് ഇനി ഉണ്ടായില്ലെങ്കിൽ ഈ തലമുറയെ തന്നെ അത് തകർക്കുന്ന വിധത്തിലേക്ക് മാറും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തീവ്രവാദ പ്രസ്ഥാനത്തിന് ഫണ്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ തകരുന്ന ഈ സമൂഹം തന്നെയാണ് തകർന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമൂഹം തകരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂല്യാധിഷ്ഠിതമില്ലാത്ത രാഷ്ട്രീയപരമായിട്ടും സ്വന്തം നേട്ടത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ചില മാധ്യമ പ്രവർത്തകരെയും രാഷ്ട്രീയ പ്രവർത്തകരുടെയും ഒക്കെ പ്രവർത്തനം മൂലമാണ്. അപ്പൊ ഇനിയെങ്കിലും പൊതുസമൂഹം അത് തിരിച്ചറിഞ്ഞുകൊണ്ട് സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും മൂല്യബോധത്തിനും ഒക്കെ ഉതകുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ സംവിധാനമൊക്കെ ഉണരാനായിട്ട് ഇതുപോലെയുള്ള ചർച്ചകളും ഇതുപോലെയുള്ള ചില നിലപാടുകളൊക്കെ കാരണമായി മാറട്ടെ എന്നുള്ളതാണ് പറയാനുള്ളത്. ഏറ്റവും അവസാനമായിട്ട് ശ്രീ ജോൺസൺ കൊച്ചുറുപ്പൻ, അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ ക്രൈസ്തവർ സമാനതകളില്ലാത്ത പല പ്രതിസന്ധികളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. പല പ്രക്ഷോഭങ്ങളും ക്രൈസ്തവർക്ക് നടത്തേണ്ട ഒരു ഗതികേടിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നു. എൻ്റെ ഒരു ചോദ്യം ഇതാണ്, ഈ പാലസ്തീൻ വിഷയം ഉയർത്തിക്കാട്ടി ഒരു ഫേക്ക് പ്രൊപ്പഗണ്ടയുടെ മറവിൽ ഇവർ നടത്തുന്ന ഈ ഐക്യദാർഢ്യ സമ്മേളനങ്ങൾ, യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഇവർ നടത്തുന്ന ബഹിഷ്കരണ ആഹ്വാനങ്ങൾ, അവരുടെ ഒരു മോഡസ് ഓഫ് ഓപ്പറാൻഡി അത് തീർച്ചയായിട്ടും അത് നമുക്ക് അനുകരിക്കാൻ സാധിക്കുകയില്ല. പക്ഷേ എങ്കിൽ പോലും ഒരു കോമൺ കോസിന് വേണ്ടിയിട്ട് ഇവർ ഒന്നിച്ച് നിൽക്കുന്ന ആ ഒരു മനോഭാവം, ആ കോസിന്റെ പൊള്ളത്തരമൊക്കെ നമുക്കറിയാം, അതവിടെ നിൽക്കട്ടെ. ഞാൻ ഈ പറയുന്നത് അവർ ആ വിഷയങ്ങളിൽ അവർ കാണിക്കുന്ന ഒരു ഒന്നിപ്പ്, ആ ഒരു ഐക്യം, അത് ക്രൈസ്തവർക്ക് നൽകുന്ന പാഠങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും അവസാനമായി ചുരുങ്ങിയ വാക്കുകൾ. അതെ 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 ഞാൻ എല്ലാ മുസ്ലിം ജനവിഭാഗങ്ങളും ഈ തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുന്നില്ല. പക്ഷേ ഒരു 10-15 വർഷത്തെ ചരിത്രം എടുത്തു നോക്കിയാൽ കേരള രാഷ്ട്രീയത്തിലെ ഈ തീവ്രവാദ സംഘടനകളുടെ വളർച്ച പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമാകും. മഹാഭൂരിപക്ഷം വരുന്ന യുവതലമുറ, പഴയ ആൾക്കാരെ വിടുക, മഹാഭൂരിപക്ഷം വരുന്ന യുവതലമുറ ഈ തീവ്രവാദത്തിനൊപ്പമാണ്. അവർ ഇങ്ങനെ ഐക്യപ്പെട്ടു നിൽക്കുന്നു. അത് നമ്മൾ കാണേണ്ടതാണ്. ക്രൈസ്തവരും കാണേണ്ടതാണ്. ക്രൈസ്തവ സമുദായത്തെ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് കുറ്റം പറയുന്നതായിട്ട് കിടക്കുന്ന ക്രൈസ്തവ സമുദായം
ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നിക്കേണ്ട സമയങ്ങളിൽ പോലും പലപ്പോഴും ഒന്നിക്കാറില്ല. ഏതെങ്കിലും ഒരു പുരോഹിതന്റെയോ ഒരു മെത്രാന്റെയോ ഏതെങ്കിലും ഒരു വാക്കിനെ കയറി പിടിച്ചിട്ട് അങ്ങോട്ട് ആ സഭാവിരുദ്ധ നിലപാടുമായി ഒക്കെ പലപ്പോഴും പോകും. യഥാർത്ഥത്തിൽ പൊതുസമൂഹത്തിന് വേണ്ടി, നാടിന് വേണ്ടി, സമുദായത്തിന് വേണ്ടി ഒന്നിക്കേണ്ട പല ഘട്ടങ്ങളിലും ഒന്നിക്കാതിരുന്നത് ഒരു വലിയ വിപത്തായി മാറിയിട്ടുണ്ട്. എന്നാൽ ഒന്നിച്ചെടുത്ത് ചെറിയ ഫലങ്ങളും കണ്ടിട്ടുണ്ട്. അത് ഞാൻ ചെറിയൊരു എക്സാമ്പിൾ ഒറ്റ മിനിറ്റ് കൊണ്ട് പറയാം. ഈരാറ്റുപേട്ടയിൽ അവരുടെ രാഷ്ട്രീയപരമായ ഒരു വലിയ അജണ്ട നടപ്പിലാക്കിയിരുന്നു. അതിനുശേഷം ഉണ്ടായ തുടർ സംഭവങ്ങളെ തുടർന്ന് അവിടെ ഒരു വ്യാപാര ബഹിഷ്കരണം പൊതുസമൂഹം നടത്തി. ഈരാറ്റുപേട്ടയിലെ കച്ചവടങ്ങളെല്ലാം കുറഞ്ഞു. അവർ വളരെ ഐക്യവുമായിട്ട് അരുവിത്ര പള്ളിയിൽ പോവുകയും പെരുന്നാളിനോട് സഹകരിക്കുകയും 101 കുരിശെടുത്ത് പ്രതിഷ്ഠ നടത്താനുള്ള പങ്കാളിത്തമൊക്കെ അവർ പ്രഖ്യാപിച്ചു. എന്തുകൊണ്ടാണ്? ബഹിഷ്കരണം ഏറ്റു. ഇതുപോലെ ഈ തീവ്രവാദ സംഘടനകളെയും അവർ നടത്തുന്ന ആഹ്വാനങ്ങളെയും ഒക്കെ ബഹിഷ്കരിക്കേണ്ട ക്രൈസ്തവ സമൂഹം പലപ്പോഴും അതിന് തയ്യാറാകുന്നില്ല എന്ന് പറയേണ്ടി വരും. അത് വളരെ വേദനയോടെ നമ്മൾ തിരിച്ചറിയണം. അവന് പറഞ്ഞതുപോലെ ഇത് പല ചർച്ചകളിലും നമ്മളൊക്കെ പറയാറുണ്ട്, പക്ഷേ പലപ്പോഴും അത്തരമൊരു തലത്തിലേക്ക് ഉയർന്നില്ല. സാമുദായിക സംഘടനകൾക്കപ്പുറം രാഷ്ട്രീയ നിലപാടുകളുമായി രംഗത്തേക്ക് വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ AKCC ഒക്കെ കാർഷിക വിഷയങ്ങളിലൊക്കെ വളരെ മുന്നേറ്റം നടത്തുന്നുണ്ട്. പോരാ, ഒരു ഒത്തൊരുമ ഉണ്ടായെങ്കിൽ മാത്രമേ ഇത്തരം സാമൂഹ്യ വിപത്തിനെതിരെ നമുക്ക് പ്രതികരിക്കാൻ കഴിയൂ, ഇതിനെ നമുക്ക് തടയാനാവൂ. അത് എത്രയും പെട്ടെന്ന് ഉണ്ടാകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. യെസ്, വളരെ വ്യക്തമാണ്. രാജ്യദ്രോഹ ശക്തികളുമായി കൈകോർക്കുന്നവരെ ഒറ്റപ്പെടുത്തുവാൻ, അവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടിയെടുക്കുവാൻ ഈ രാജ്യത്തെ ഭരണകൂടങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒപ്പം തന്നെ ഇസ്രായേലിനെതിരെ നിലപാട് ഇസ്രായേലിനെ അനുകൂലിച്ചതിൻ്റെ പേരിൽ ടാറ്റയ്ക്കെതിരെ നിലപാട് സ്വീകരിച്ച SIO ആ സംഘടനയുടെ ഒരു പൊള്ളത്തരം, അവരുടെ ഇരട്ടത്താപ്പ് കൂടി ഈ ചർച്ചയിൽ തുറന്ന് കാണിക്കുകയുണ്ടായി. SIO ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്ത ടാറ്റയ്ക്ക് ഐക്യദാർഢ്യം അറിയിക്കുന്നു. ഒപ്പം തന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് പറഞ്ഞു നിർത്തിയതുപോലെ ഈ കാലഘട്ടത്തിൽ ക്രൈസ്തവർ വളരെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ഐക്യത്തിൻ്റെ ശക്തമായിട്ടുള്ള ഒരു ആവശ്യം, അത് വളരെ അടിയന്തര പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അതിലേക്ക് ചിന്തിക്കുവാൻ തീർച്ചയായിട്ടും ഇവിടുത്തെ ക്രൈസ്തവ സമുദായത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ഫാദർ സെബിൻ തുമ്മുളിൽ, ഒപ്പം തന്നെ ശ്രീ അമൽ സിറിയക്, ശ്രീ ജോൺസൺ കൊച്ചുപറമ്പൻ, 3 പേർക്കും നന്ദി.